ആ സുഹൃത്തുക്കളെ, വ്യാഴം മാറ്റം, വ്യാഴം വക്രത്തിലേക്ക് പോകുന്നു. അപ്പം ഏതൊക്കെ രാശിക്കാർക്കാണ് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെന്ന് നമുക്ക് നോക്കാം. അപ്പം വ്യാഴമെന്ന് പറഞ്ഞാൽ പൊതുവെ ഒരു നല്ല ഗ്രഹമാണ്. വ്യാഴം എന്ന് പറഞ്ഞാൽ സാത്വികനാണ്, സമ്പത്തിൻ്റെ ഗ്രഹമാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പൈസ വരുന്നത്, ബാങ്കിങ്, ഫൈനാൻസ്, അല്ലെന്നൊരു ഗുരുക്കന്മാർ, അങ്ങനെയുള്ള അതായത് നമ്മുടെ ചൈൽഡ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികളുണ്ടാകുന്നത്, ഇതെല്ലാം വ്യാഴമാണ് തരുന്നത്. അതായത് സൃഷ്ടിയുടെ ഗ്രഹമാണ് വ്യാഴമെന്ന് പറയുന്നത്. നിങ്ങൾ ചിലപ്പോൾ പണ്ട് ആൾക്കാർ ചിലപ്പോൾ ചോദിക്കുക മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായത്. പക്ഷേ അതെന്ന് പറഞ്ഞാൽ അപ്പം അത് വ്യാഴമാണ് ഇങ്ങനെ പറഞ്ഞ ഉൽപ്പത്തിയുടെ ഗ്രഹങ്ങളും മാത്രമല്ല വലിപ്പത്തിൽ ഏറ്റവും വലുതും എല്ലാ ഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യുന്നതും ഈ വ്യാഴമാണ്. വ്യാഴത്തിൻ്റെ ഒരു വ്യാഴവട്ടക്കാലം എന്നൊക്കെ പറയുന്ന മാതിരി വ്യാഴത്തിൻ്റെ ഒരു വർഷത്തെ ഒരു രാശിയിൽ 12 രാശികളാണല്ലോ നമുക്കുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരു രാശിയിൽ ഒരു വർഷമാണ് വ്യാഴം കറങ്ങുന്നത്. അപ്പം ആ വ്യാഴം ആ കറങ്ങുന്ന ഇടയ്ക്ക് പറഞ്ഞ മാതിരി റിട്രോഗ്രേഷൻ എന്ന് പറയുന്നത് വക്രത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഞ്ചിന് ചെറുതായിട്ട് മാറുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ മാതിരി ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ആ റിട്രോഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആ വക്രം മാറുന്നതെന്നൊന്ന് മനസ്സിലാക്കിയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ഐഡിയ കിട്ടും എങ്ങനെ ആ വക്രം എന്ന് പറയുന്ന ഈ ഒരു കാര്യം നടക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടി ഇടാം. അപ്പം ഈ വ്യാഴം എന്ന് പറഞ്ഞാൽ പൊതുവേ എന്ന് പറഞ്ഞാൽ സമ്പത്തിനെയും ഐശ്വര്യത്തെയും അങ്ങനെ എല്ലാത്തിനെയും കൊണ്ടുത്തരുന്ന. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് നല്ലതായിട്ടുണ്ടായിരുന്ന സാഹചര്യങ്ങളുണ്ട്. ആ ഉണ്ടായിരുന്ന സാഹചര്യം ഇച്ചിരി മോശമായിട്ടിരുന്ന ആൾക്കാർക്ക് നല്ലതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടാവുക. അങ്ങനെയൊക്കെയുള്ള വ്യാഴം ഒരുപാട് നല്ല കാര്യങ്ങൾ കൊണ്ടുത്തരുന്നതാണ്. അപ്പോൾ ഇതിനു മുമ്പ് വ്യാഴം ഒക്ടോബർ 18 മാറി ഡിസംബർ 5 വരെ ആയിരുന്നു. അപ്പോൾ എന്നാൽ ഇപ്പോഴേ ഈ ഡിസംബർ 5 പറയുന്ന ഇന്ന് വ്യാഴം മാറിയിട്ട് അത് മാർച്ച് 11 പിന്നെയും മാറേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഈ വക്രത്തിൻ്റെ പിക്ചർ കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു വക്രഗതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു നമുക്ക് ഇതിൽ നിന്ന് ഇപ്പം നല്ല ചില ആൾക്കാർക്ക് അപ്പോൾ മോശമായിട്ടിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചില ആൾക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് ഇച്ചിരി മോശമായിട്ടിരുന്ന ആൾക്കാർ അവർക്കെല്ലാം നല്ലതാകും. ഇച്ചിരി നല്ലതായിട്ടിരുന്ന ആൾക്കാർക്ക് ഇച്ചിരി മോശമാകും. എന്തായാലും നമ്മൾ ഈ 12 രാശിക്കാരെ പറ്റിയും ഇവിടെ പ്രതിപാദിക്കും. അപ്പം നമുക്ക് ഓരോരോ ഇതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇതിനകത്ത് ഒരു 6 രാശിക്കാർക്ക് വളരെ നല്ല ടൈമാണ്. അപ്പോൾ അത് നമ്മൾ എടുത്ത് പറയുന്നുണ്ട് 6 രാശിക്കാരുടെ. ബാക്കിയുള്ള 12 ബാക്കിയുള്ള രാശിക്കാരെ പറ്റിയും അത് അടുത്ത കണ്ടിന്യൂഷന് ഉള്ളതാണ്. വ്യാഴത്തിൻ്റെ വരവെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ചില ആൾക്കാർക്ക് ഇപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു രാജാവ് കടന്നു വരുന്നു, അല്ലെങ്കിൽ ഒരു മന്ത്രി വരുന്നു എന്ന് പറയുന്നതിന് തുല്യമാണ് വ്യാഴം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഐശ്വര്യമാണ് വരുന്നത്. ഇപ്പം നമ്മുടെ ദശയൊക്കെ ചില ആൾക്കാരുടെ മോശമായിരിക്കും, ശനി ദശ, അങ്ങനെ അല്ലെന്നൊരു ചിലപ്പം കേതു ദശ അല്ല രാഹു ദശ, അങ്ങനെയൊക്കെ ഉള്ള ചില ആൾക്കാർക്കാന്ന് ഇച്ചിരി ചിലപ്പോൾ മോശമായിട്ടിരിക്കുന്ന സമയത്ത് പോലും അവർക്ക് വളരെ നല്ലതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുത്തരുന്ന ഒരു അതിഥിയാണ് ഈ വ്യാഴം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ചില ആൾക്കാർക്ക് വ്യാഴദശയിൽ അങ്ങനെയുള്ള നല്ല ദശ നടക്കുന്നിടത്ത് ഒരു സമയത്താണെന്നൊരു വ്യാഴം കൂടെ കയറി വരുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ 10 times കൂടുതൽ ബെനിഫിറ്റ് വരുമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ഈ നമ്മുടെ ഈ ട്രാൻസിഷനും അതായത് ഗോചാരം എന്ന് പറയും. ഈ ഗോചാരത്തിൽ കൂടെ വ്യാഴം പാസ് ചെയ്ത് നമ്മുടെ രാശിയിൽ കൂടെ പോവുകയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ പറയുന്ന രാശി വെച്ചിട്ടുള്ള ഫലമാണ്. ഇത് ലഗ്നം വെച്ചിട്ടുള്ള ഫലമാണെന്നൊരിൽ ഒരുപാട് പ്രയോജനമുണ്ട്. 100% നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടുമെന്നുള്ളത് മനസ്സിലാക്കുക. രാശി വെച്ചിട്ടുള്ളതാകുമ്പോൾ നമുക്ക് അത്ര കറക്റ്റായിട്ട് പറയാൻ പറ്റിയില്ല. എന്നാലും ഞാൻ പറയുമായിരുന്നു, നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നൊരു എല്ലാവരെയും ബർത്തിയായിട്ട് എപ്പോഴും ഒരു പ്രാവശ്യം അനലൈസ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ നമ്മുടെയൊക്കെ ഞാനിപ്പോൾ ബൃഹനാടി നക്ഷത്രനാടിയൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ഓരോ ആൾക്കാരുടെ ഓരോ ദശ ഈ കാര്യങ്ങളെല്ലാം വരച്ച് ഏതൊക്കെ നല്ല പ്ലാനറ്റുണ്ട്, നമുക്ക് ഏതൊക്കെ അഴുക്ക് പ്ലാനറ്റ്, അതായത് ഗ്രഹങ്ങൾ, ഏതൊക്കെ നല്ല ഗ്രഹങ്ങൾ, അഴുക്ക് ഗ്രഹങ്ങൾ നമുക്ക് നിൽക്കുന്നത് എടുക്കുന്നതെല്ലാം വരച്ചെടുത്തിട്ട് അപ്പോൾ അതിൻ്റെ റെമഡി ഉൾപ്പെടെ നമ്മൾ കൊടുക്കും. മീൻസ് നിങ്ങൾക്ക് ഇന്ന ഗ്രഹം മോശമായതുകൊണ്ട് ഇന്ന റെമഡി ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. കാരണം ഇപ്പോൾ നമ്മുടെ വാസ്തുവിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ചില മോശമായിട്ടുള്ള സമയമാണ് എന്നൊരു ദശക്കകത്തൊക്കെ മോശം സമയം നിൽക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നമുക്ക് ദശ മാറുന്ന സമയത്താണ് നമ്മുടെ വാസ്തു പിടിച്ചിട്ട് മോശമാണെന്ന് ഒരു കംപ്ലീറ്റ് അടിച്ച് വളർത്തി നമുക്ക് മീൻസ് തരിശാക്കി കളയുന്ന മാതിരിയുള്ള ഒരു പ്രശ്നമുണ്ടാകും. പ്രത്യേകിച്ച് രാഹുദശയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ചിലപ്പം ഈ പറഞ്ഞ ചില ഡയറക്ഷനിലൊക്കെ ടോയ്ലറ്റ് വരിക, പ്രത്യേകിച്ച് സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലൊക്കെ ടോയ്ലറ്റ് വരിക എന്ന് പറഞ്ഞാൽ അവിടെ 100% രാഹു ദശയൊക്കെ ആണെന്നവർ അവരുടെ ജീവിതം കട്ടപ്പൊക്കെയായിപ്പോകും. അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആ ഒരു സാധാരണ ആൾക്കാർക്ക് ചിലപ്പോൾ അതേപ്പറ്റി മനസ്സിലാവില്ല. അപ്പോൾ ഓരോ കാര്യം എന്ന് പറഞ്ഞാൽ അത് രാഹുവിനെ അഫക്റ്റ് ചെയ്യും ഈ ഒരു ഡയറക്ഷനിൽ ടോയ്ലറ്റ് പോലും വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴേലും ഇത് അസ്ട്രോളജിയാണ് പറയുന്നതിലും വാസ്തു വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
എല്ലാം നോക്കി നമ്മൾ വേണം. ഈ പ്രകൃതിയിൽ ഒരുപാട് എനർജി ഉണ്ട്. എന്തായാലും നമ്മൾ ഇതിനകത്ത് ഏതൊക്കെ രാശിക്കാരെ നമുക്ക് ഇനിയൊന്ന് നോക്കാം, ആർക്കൊക്കെയാണ് നല്ല കാലമെന്നൊന്ന് നോക്കാം. മേടൻ രാശിയെ ഭരിക്കുന്ന ചൊവ്വാണ്. അശ്വതി, ഭരണി, കാർത്തികയൊക്കെ ഈ മേടൻ രാശിപ്പെട്ടാണ്. അപ്പോൾ അശ്വതിയെ കൺട്രോൾ ചെയ്യാവുന്ന കേതുവാണ്, സൂര്യകർമ്മപ്പെട്ടാണ്. അതുപോലെ ഭരണിയാണെന്നൊരു കൺട്രോൾ ചെയ്യുന്ന ശുക്രനാണ്, ചന്ദ്രകർമ്മപ്പെട്ടാണ്. അതുപോലെ കാർത്തികയാണെന്നൊരു കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ്, ചൊവ്വകർമ്മപ്പെട്ടാണ്. അപ്പോൾ ഈ ഒരു കർമ്മ നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. ഈ കർമ്മയുടെ ഒക്കെ അനുസരിച്ചുള്ള രീതി പല രീതിയിൽ ഇവർക്ക് കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഇവർക്കെന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ എന്താ പറയുന്നത് സഹോദരങ്ങളുമായിട്ടൊക്കെ ചില കശപിശകളുണ്ടായിരുന്ന അവർക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി നല്ല ഉള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പല അയൽവക്കക്കാർക്കുമായിട്ടൊക്കെ ഒരു അകന്നു നിന്നുള്ള സാഹചര്യങ്ങളൊക്കെ മാറി അയൽവക്കക്കാരുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം വരിക. അതുപോലെ പഴയ സുഹൃത്തുക്കളെ, ബാല്യകാല സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടുക, ഒരു പുതിയ ബന്ധം. ചില ആൾക്കാർക്ക് ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർ ലോങ് ടൈമായിട്ട് നാട്ടിലൊക്കെ പോകാതിരിക്കാനുള്ള അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യമുള്ളവർക്ക് നാട്ടിലൊക്കെ പോയിട്ട് സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് നിലവിലുള്ളത്. അപ്പം നമ്മുടെ അയൽവക്കക്കാരുമായിട്ടൊക്കെ ഉള്ള ഒരു നല്ല രീതിയിലുള്ള കണ്ടുമുട്ടാനെടുക്കാൻ ഉള്ള സാഹചര്യങ്ങൾ പഴയ കുറേ നാളായിട്ട് നാട്ടിൽ വരാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർക്ക് നാട്ടിൽ വന്നിട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒന്ന് കണ്ടുമുട്ടാൻ, അയൽവക്കക്കാരെ കണ്ടുമുട്ടാൻ, പുതിയ ബാല്യകാല ബന്ധങ്ങൾ എടുക്കാനുള്ള സാഹചര്യങ്ങൾ, അകന്നു നിന്നിരിക്കുന്ന ജ്യേഷ്ഠാനിയന്മാരൊക്കെ ഉള്ള ചെറിയ സൗന്ദര്യ പിണക്കങ്ങളെ അവരൊക്കെ കണ്ടുമുട്ടി നല്ല സാഹചര്യങ്ങൾ, നല്ല ഇഷ്ടത്തോടു കൂടി എടുക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ആയിട്ടുള്ള ആ ഒരു പഴയ പിണക്കമെല്ലാം പോയിട്ട് നല്ല രീതിയിൽ ഉള്ളൊരു ചുറ്റുപാടുണ്ടാകാൻ. അതുപോലെ ഇലക്ഷനൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു സോഷ്യൽ സർക്കിളിൽ നിന്നൊക്കെ ഉള്ളൊരു നല്ലൊരു സപ്പോർട്ട് കിട്ടാനുള്ള ഒരു സാഹചര്യങ്ങൾ. അതുപോലെ കല്യാണം, നല്ല ഭാര്യാഭർത്താക്കന്മാർക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ. ഹസ്ബൻഡ് വൈഫ് നല്ലൊരു റിലേഷൻ വരിക, വീട്ടിൽ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ, സന്തോഷമായിട്ടുള്ള ഒരു പ്രത്യേകിച്ച് നല്ലൊരു സംതൃപ്തമായൊരു കുടുംബജീവിതം നയിക്കാൻ പറ്റുക. ബിസിനസ് ഇന്ന് പല രീതിയിലുള്ള ഉയർച്ച, പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും ഒരു ലാഭം ഉണ്ടാക്കുക, എന്തെങ്കിലും നഷ്ടപ്പെട്ട കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാനുള്ള ഒരു സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാവുക. അതേമാതിരി ബിസിനസ്സിൽ നിന്ന് നല്ല ഒരു ഉയർച്ച വരാൻ, ബിസിനസ്സിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാനുള്ള സാഹചര്യങ്ങൾ. അതുപോലെ പുതിയ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാർക്ക് പുതിയ ബിസിനസ് പാർട്ട്ണറെ കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യങ്ങൾ. അങ്ങനെ പൊതുവേ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് വിവാഹം ഡിലേ ആയിരുന്ന ആൾക്കാർക്ക് പുതിയ വിവാഹാലോചന വരാൻ, കല്യാണം കഴിക്കാൻ ഡിലേ ആയിരുന്നവർക്ക് കല്യാണം, പുതിയ ആലോചനകൾ വരാനും കല്യാണം കഴിക്കാനും ഒക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ള. അതേമാതിരി നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇവർക്ക് അടുത്ത 9 നമുക്ക് വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ഹയർ എഡ്യൂക്കേഷൻ എന്തെങ്കിലും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് വിദ്യാഭ്യാസത്തിൽ നിന്ന് നല്ല ഒരു ഉയർച്ച വരാൻ, അതുപോലെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് നല്ല പുതിയ കണ്ടുപിടുത്തങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ. അതുപോലെ IELTS ഒക്കെ എഴുതിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് എളുപ്പം ഗൾഫിൽ പോകാനുള്ളൊരു സാഹചര്യങ്ങളൊക്കെ ഇപ്പം നിലവിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കും. അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ലതാണ്. അതുപോലെ ഗെയിൻ ഫ്രം ദ സോഷ്യൽ ഇതിൽ നിന്നുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ. അങ്ങനെ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ. പിന്നെ സോഷ്യൽ സർക്കിളിൽ നിന്ന് നല്ലൊരു ഗെയിൻ ഉണ്ടാകാൻ, സ്പെക്കുലേറ്റീവ് ഗെയിൻ, നിങ്ങൾ ക്രിപ്റ്റോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് നല്ലൊരു ഉയർച്ച ഉണ്ടാകും. പൊതുവേ അത് തന്നെയല്ല, നമുക്ക് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലതാണ്. അല്ലെന്നില്ല എന്തായാലും പൊതുവെ ഒരു ഫുൾഫിൽമെൻറ്റ്, ജീവിതത്തിലെ പല സാറ്റിസ്ഫാക്ഷൻ, നല്ല സന്തോഷങ്ങളോ കൊച്ചു സന്തോഷങ്ങളെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ. അതുപോലെ എന്തെങ്കിലും അസുഖമൊക്കെ ആയിട്ട് ആൾക്കാർ ഹോസ്പിറ്റലൊക്കെ ആൾക്കാരെ ഉണ്ടെന്ന് അതിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ, റിക്കവർ ഫ്രം ദ ഇൽനെസ്, അസുഖങ്ങൾ മാറിയിട്ടെടുത്തിട്ട് ഇത് വരാൻ, അല്ലെന്നൊരിൽ എന്തെങ്കിലും അൺഎക്സ്പെക്റ്റായിട്ടുള്ള ഇൻകമൊക്കെ നമ്മൾ പഴയ പൈസ കൊടുത്തിട്ടൊക്കെ കിട്ടാതിരുന്നതൊക്കെ പൈസ അൺഎക്സ്പെക്റ്റായിട്ട് തിരിച്ച് കിട്ടാൻ ഉള്ള സാഹചര്യങ്ങൾ, ഷെയർ മാർക്കറ്റിൽ നിന്ന് സ്പെക്കുലേറ്റീവ് ഗെയിൻ, ഊഹക്കച്ചവടത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ, അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും കച്ചവടമൊക്കെ ചെയ്തിട്ടുള്ള ലാഭം ഉണ്ടാക്കാൻ ഒക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ ഇവർക്ക് പൊതുവെന്ന് പറഞ്ഞാൽ അപ്പോൾ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യങ്ങളാണ് ഇവർക്ക് നിലവിലുള്ളതെന്ന് മനസ്സിലാക്കുക. ഇടവൻ രാശി എന്നുള്ള ഇവരുടെ രാശ്യാധിപൻ ശുക്രനാണ്. അതേപോലെ ഇതിനകത്ത് വരുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തിക, രോഹിണി, മകയിരം. കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി മകയിരത്തിൻ്റെ അര, ഇത്രയൊക്കെയാണ്. അപ്പം
അതിനകത്തിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാർത്തികയുടെ ഭരിക്കുന്നത് സൂര്യനാണ്. കാർത്തിക ചൊവ്വാകർമ്മയിൽപ്പെട്ടാണ്. അതുപോലെ രോഹിണിയാണെന്ന് വരില്ല, ചന്ദ്രനാണ് രോഹിണിയെ ഭരിക്കുന്നത്, ബുധകർമ്മയിൽപ്പെട്ടാണ്. അതുപോലെ മകയിരമാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വ ആണ് മകയിരത്തെ ഭരിക്കുന്നത്. അതുപോലെ ശുക്രകർമ്മയാണ്. ഇപ്പോൾ ഈ ഓരോ ആൾക്കാരുടെ ഈ കർമ്മയൊക്കെ മാറി വരുന്നതിനനുസരിച്ച് അവരുടേതായിട്ടുള്ള സ്വഭാവങ്ങൾ, രീതികൾ, അതേമാതിരിയൊക്കെ ഉള്ള ഒരുപാട് രീതിയിലുള്ള സ്വഭാവങ്ങൾ, പ്രത്യേകിച്ച് ചന്ദ്രനൊക്കെ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ്റെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുമായിട്ട് ഇൻട്രസ്റ്റ് കാണും. അപ്പോൾ ഓരോ കർമ്മയും ഇങ്ങനെയൊക്കെ ഉള്ളത് കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് അല്ലെന്നൊരു പ്രത്യേകിച്ച് ബുധകർമ്മ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷനുമായിട്ടൊക്കെ വളരെ താല്പര്യം അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള അനുകൂലമായിട്ട് വരിക എന്നുണ്ട് 2, 5, 7, 9 അങ്ങനെയൊക്കെ ഉള്ള ഡയറക്ഷനുകളാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്ക് ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഗെയിന് നമുക്ക് പ്രതീക്ഷിക്കാതെ വരുന്ന ഒരുപാട് നല്ല, പ്രത്യേകിച്ച് 2 പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല ധനസ്ഥാനമാണ്, ഭാഗ്യസ്ഥാനമാണ്, ധനസ്ഥാനമാണ്. വെൽത്ത്, നമുക്ക് ഒരുപാട് വെൽത്ത് കൊണ്ടുവരും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള. ചിലപ്പോൾ ഇൻഷുറൻസ് കാര്യങ്ങൾ, ഇപ്പോൾ കുട്ടികളാണെന്നൊരു അവരുടെ വീട്ടിൽ ഫാദറോ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസോ ആരെങ്കിലും ഇൻഷുറൻസ് എടുത്ത് തരാൻ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ. അതുപോലെ ഇങ്ങനെയൊക്കെ ഉള്ളത്. അതുപോലെ ലക്ഷറി, നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെട്ട നല്ലതായിട്ടുള്ള സുഖ സൗകര്യങ്ങൾ അനുഭവിക്കാനുള്ള ഒരു യോഗം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് പൈസ എവിടുന്നേലുമൊക്കെ വന്നു ചേരാൻ എടുക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങളാണ് ഈ ഒരു രാശിക്കാർക്കുള്ളത്. അതുപോലെ ഇവർക്ക് ചിലപ്പം നല്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നല്ല റൊമാൻസിലെ ഒരു പ്രേമബന്ധങ്ങളിൽ ഏർപ്പെടാനുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങൾ. അതുപോലെ സ്പെക്കുലേറ്റീവ് ഗെയിൻ എന്തെങ്കിലും. അപ്പോൾ നമുക്ക് അതേമാതിരി എന്തെങ്കിലുമൊക്കെ നല്ല ജീവിതത്തിലൊക്കെ നല്ല സാഹചര്യങ്ങളുണ്ടാകാൻ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നല്ല കല്യാണ ആലോചനകളൊക്കെ വരാനുള്ള അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതേമാതിരി ചില ഇപ്പം രാഹുദശയിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നതിൽ ഈ പ്രണയബന്ധത്തിൽ അകപ്പെട്ട് ചിലപ്പം ഒളിച്ചോടാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ നമ്മളിവിടെ കണക്കാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് ഈ പറയുമ്പോൾ ഇവൻ റേപ്പ്, കിഡ്നാപ്പ്, അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു 5ൻ്റെ പൊസിഷനിൽ വരുന്നത്. പക്ഷേ എന്നാലും നമ്മൾ ഈ ഒരു രാശിഫലത്തിൽ നല്ലതായിട്ടുള്ള ആൾക്കാർക്കെല്ലാം നല്ലതായിട്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. അപ്പോൾ ഈ വ്യാഴമാറ്റത്തിൽ നിങ്ങൾക്കെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് വരുന്നത്. അപ്പോൾ വ്യാഴമെന്ന് പറഞ്ഞാൽ പൊതുവെ ഭാഗ്യത്തെ കൊണ്ടുത്തരുന്നതാണ്. അതുപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കല്യാണം കഴിക്കാൻ ഏറ്റവും നല്ല അനുകൂലമായിട്ടുള്ള സമയമാണിത്. ഭാര്യ ഭർത്താക്കന്മാർക്കൊക്കെ വളരെ സ്നേഹത്തോടെ ഇരിക്കും. ചിലപ്പോൾ ഇത്ര നാളും എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തെറ്റിയിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരൊക്കെ വീണ്ടും ഒന്നിച്ച് നല്ല സ്നേഹത്തോടും ഐക്യത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ. അങ്ങനെ അതേമാതിരി പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഏർപ്പെടാനുള്ള ഒരു സാഹചര്യങ്ങൾ. അതോ ഈ പറഞ്ഞ മാതിരി ഭാര്യ ഭർത്താക്കന്മാർ നല്ല സന്തോഷത്തോടു കൂടി നല്ല അറ്റാച്ച്മെൻറ്റോടു കൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ. അതുപോലെ കല്യാണാലോചനകൾ മുടങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് കല്യാണ ആലോചനകൾ വരാനുള്ള സാധ്യത. അപ്പോൾ ഇതെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഷെയർ മാർക്കറ്റ് ഇതൊക്കെ കളിക്കുന്ന ആൾക്കാർക്കാണെന്ന് വരില്ല ഇപ്പോൾ ഒരു പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അൺഎക്സ്പെക്റ്റഡ് ഗെയിന് ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ബിറ്റ് കോയിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രിപ്റ്റോ മാതിരിയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ലാഭം പ്രതീക്ഷിക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ. അതുപോലെ ഇവരുടെ ഗുരുക്കന്മാരിൽ നിന്നൊക്കെ ഒരു നല്ലൊരു സാഹചര്യങ്ങളുണ്ടാകാൻ, അവരുടെ അച്ഛൻ്റെ എന്തെങ്കിലും ബിസിനസ്സിലൊക്കെ ഉള്ള ആൾക്കാരാണെന്നതിൽ അവരുടെ അച്ഛൻ്റെ അടുത്തു നിന്നുള്ള ഒരു സഹായങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ. പിന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഹയർ റിസർച്ചൊക്കെ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് പൊതുവെ നല്ലതാണ്. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ ഈ IELTS മാതിരിയൊക്കെ എഴുതി എക്സാമൊക്കെ എഴുതാൻ കാത്തിരിക്കുന്നവർക്കും എഴുതാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഉപരിപഠനത്തിന് പോകാൻ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഒരു ഫോറിൻ ട്രാവലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെന്നൊരു ലോങ് ജേർണി ഒക്കെ ചെയ്യാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള വിസയുടെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉള്ള ആൾക്കാർക്കല്ല അതെല്ലാം മാറി നല്ലതായിട്ടുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യമാണ് ഇപ്പം ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലുള്ളത്. മിഥുനൻ രാശിയുടെ രാശാധിപതി എന്ന് പറഞ്ഞാൽ ബുധനാണ്. അതുപോലെ ഇവിടുത്തെ നാളുകളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മകയിരം, തിരുവാതിര, പുണർദമാണ്. മകയിരത്തിൻ്റെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ മുക്കാല. അപ്പോൾ ഇത്ര നാളുകളാണ് ഈ ഒരു രാശിക്കാരുടെ അവിടെ. അപ്പം ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മകയിരത്തെ ഭരിക്കുക ചൊവ്വാണ്, ഗുരുകർമ്മയിൽപ്പെട്ടാണ്. അതുപോലെ തിരുവാതിരയെ ഭരിക്കാവുന്നതാണ് വ്യാഴമാണ്, ശുക്രകർമ്മയാണ്. അതുപോലെ
പുണർദത്തെയാണെന്നൊരു ഭരിക്കുന്ന വ്യാഴമാണ്, ശനികർമ്മയാണ്. ഈ കർമ്മയുടെയൊക്കെ അനുസരിച്ച് ഇവരുടെയായിട്ടുള്ള ജീവിതത്തിൽ പല രീതിയിലുള്ള ഇവരുടെ ഇൻട്രസ്റ്റിനോടുള്ള ഓരോ കാര്യത്തോടുള്ള താല്പര്യങ്ങളെല്ലാം വ്യത്യസ്തമായിട്ടിരിക്കും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വേണം ഈ നിങ്ങളുടെ കർമ്മ ഭരിക്കുന്ന ഗ്രഹം ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. കാരണം നിങ്ങൾക്ക് ജോലിക്ക് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉപകാരപ്പെടുന്നതാണ്. അറ്റ്ലീസ്റ്റ് അത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പോകാമെന്ന് പറഞ്ഞാൽ 1, 5, 7, 9 അപ്പം എന്ന് പറഞ്ഞാൽ ഇവർക്ക് എന്നുകൊണ്ട് ഇപ്പോൾ 5 എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല ഉയർച്ചയുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ നമ്മുടെ ഒരു സെൽഫ് എഫോർട്ട് എടുക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ, നമ്മുടെ അംബിഷന്, നമ്മളെ പുതിയ ഒരു ചുറ്റുപാട് നമുക്ക് തുറന്നു വരിക, വല്ല പുതിയ മേച്ചിപ്പുറങ്ങൾ തുറന്നു വരിക എന്ന് പറഞ്ഞ മാതിരിയുള്ള ഒരു അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യങ്ങൾ വരിക, ജീവിതത്തിൽ നിന്നും വളരെ നല്ലതായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, സെൽഫ് എഫോർട്ട് എടുത്തിട്ട് നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു മുൻകൈ എടുത്തിട്ട് ചില കാര്യങ്ങൾ ഉണ്ടാകാൻ, എനർജി ലെവൽ നമ്മൾ കൂടാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളാണ് ഇവർക്ക് നിലവിലുള്ളത്. അതുപോലെ ലവ് മാരേജ്, പ്രണയബന്ധത്തിലകപ്പെടാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുപോലെ സ്പെക്കുലേറ്റീവ് ഗെയിന്, എന്തെങ്കിലും അൺഎക്സ്പെക്റ്റായിട്ടുള്ള ഒരു ലാഭം സാഹചര്യങ്ങൾ ഉണ്ടാകാൻ, ജീവിതത്തിൽ നല്ല സുഖ സൗകര്യങ്ങളുണ്ടാകാൻ, എൻ്റർടൈൻമെൻറ്റ്, പുതിയ അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കാൻ, മീൻസ് ഇൻവോൾവ് ആകാൻ, അതുപോലെ പഴയ കമിതാക്കളെ കണ്ടുമുട്ടാൻ എടുക്കാനൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ പൊതുവെ അങ്ങനെ ഒരു നല്ലതായിട്ടുള്ള ഒരു സാഹചര്യങ്ങളാണ് ഉള്ളത്. അതുപോലെ കല്യാണം ആലോചിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ അവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വീട്ടിൽ കല്യാണ ആലോചന നടക്കുക. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്ക് അകന്നു കഴിഞ്ഞ ഭാര്യ ഭർത്താക്കന്മാർക്ക് അടുത്ത് കഴിയാനുള്ളത്, അല്ലെങ്കിൽ അവരുടെ മാനസികമായിട്ടുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കാൻ, നല്ല ഒരു റിലേഷൻഷിപ്പിൽ കൂടെ അവരുടെ നല്ല മനസ്സോടുകൂടി മുമ്പോട്ട് പോകാനുള്ള കാര്യങ്ങൾ, ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. പാർട്ട്ണർഷിപ്പ്, ഗെയിൻ ഫ്രം ദ പാർട്ട്ണർഷിപ്പ്. അപ്പോൾ അതിൽ നിന്ന് പാർട്ട്ണർഷിപ്പുമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്നുള്ള നല്ല ഒരു ലാഭം ഉണ്ടാക്കാൻ, എടുക്കാൻ, റിക്കവറി ഓഫ് ദ പ്രോപ്പർട്ടി, എന്തെങ്കിലും നമ്മൾ കടം കൊടുത്ത പൈസ തിരിച്ച് കിട്ടാൻ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളൊരു പൊതുവേ എന്ന് പറഞ്ഞാൽ നല്ലതായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ജീവിതത്തിലെ ഒരു നല്ല ഒരു എന്താ പറയുക, ഒരു സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഒരു നല്ല ഒരു ആണ്. അതുപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബിസിനസ്സിൽ ഉയർച്ച വരാനുള്ള സാഹചര്യങ്ങൾ, പുതിയ പാർട്ട്നേഴ്സിൻ്റെ ആയിട്ട് ബിസിനസ് ചേരാൻ, കൂട്ടുകച്ചവടം ചെയ്യാനൊക്കെ ഉള്ളതെന്ന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഈ പറഞ്ഞു കഴിഞ്ഞാൽ. അതേമാതിരി നോക്കിക്കഴിഞ്ഞാൽ അടുത്തതെന്ന് പറഞ്ഞാൽ ഇവർക്ക് വ്യാഴം 9 1, 5, 7, 9. അപ്പം നോക്കുമ്പോൾ 9 എന്ന് പറയുമ്പോൾ ഇവർക്ക് ആദ്യം എന്ന് പറയുന്ന ഇവരുടെ നല്ല ഒരു എന്താ പറയുക, ഫോറിൻ ട്രാവൽ ചെയ്യാൻ എന്തെങ്കിലും ഉള്ള ആൾക്കാർക്ക്, അല്ല ലോങ് ജേർണി ഉപരിപഠനവുമായിട്ട് ബന്ധപ്പെട്ട് ലോങ് ജേർണി ചെയ്യാനുള്ള ആൾക്കാർക്ക്, IELTS ഒക്കെ എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് എക്സാം എഴുതിയിട്ട് അതിൽ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അതിൽ നിന്ന് പോകാനുള്ള സാഹചര്യങ്ങൾ തെളിഞ്ഞു വരിക, വെളിയിൽ പോകാൻ, ഉപരിപഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വെളിയിൽ പോകാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ വരിക. അങ്ങനെ സ്പെക്കുലേറ്റീവ് ഗെയിന്, എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഗെയിൻ, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിലൊക്കെ കളിക്കുന്ന ആൾക്കാർക്കൊരു അതിൽ നിന്നൊരു ഉയർച്ച ഉണ്ടാകണം. ഇവരുടെ അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിരിക്കാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ ടീച്ചേഴ്സുമായിട്ട് ചെറിയ പഴയ ചില അധ്യാപകരെയൊക്കെ കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യങ്ങളുണ്ടാവുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരു നല്ലതെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് വിദേശത്ത് പോകാനുള്ള ആൾക്കാർക്കായാലും അവർക്ക് നല്ല വിദ്യാഭ്യാസമായിട്ട് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള അതെല്ലാം ഇവരൊക്കെ പറ്റി പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് നിലവിലുള്ളത്. കർക്കിടകൻ രാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടകൻ രാശിക്കും പൊതുവെ അത്ര മോശമല്ലാത്ത സമയമാണ്. ഒന്ന് ചിലപ്പോൾ മോശമാണെന്നൊരു അടുത്തത് അതിൽ കമ്പാരിറ്റീവായിട്ട് മെച്ചപ്പെട്ട് വരാനുള്ളൊരു സാഹചര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കണം. ഫുള്ളായിട്ട് ആർക്കും ദോഷമല്ല. അപ്പോൾ ഇവർ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. ഇവർക്ക് വ്യാഴം നിൽക്കുന്ന 4, 6, 8, 12 അങ്ങനെയൊക്കെ ഉള്ള പൊസിഷനാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് എന്താ പറയുന്നത്, വണ്ടി വാങ്ങിക്കാനുള്ള സാഹചര്യങ്ങൾ, അതുപോലെ വീട് മോടി പിടിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ, വണ്ടി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് വണ്ടി വാങ്ങിക്കാൻ അനുകൂലമായിട്ടുള്ള സമയമാണ്. അപ്പോൾ അതിനകത്ത് പൈസ കണ്ടെത്താനെടുക്കാനൊക്കെ ഉള്ള അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദ്യാഭ്യാസപരമായിട്ട് അത്യാവശ്യം നല്ല സമയങ്ങളാണ്. അപ്പം അതേമാതിരി ഈ റിയൽ എസ്റ്റേറ്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട്
ബ്രോക്കറേജ് ചെയ്യുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ബ്രോക്കറേജിനൊക്കെ നല്ല വസ്തു സംബന്ധമായിട്ട് കൊടുക്കവാങ്ങൽ കൂടെ നല്ല ഉയർച്ച. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്ന് നല്ലൊരു ഉയർച്ച. വണ്ടിയുടെ ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലതായിട്ടുള്ളൊരു സാഹചര്യങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുപോലെ അവരുടെ ഒരു ഡൊമസ്റ്റിക് എൻവയോൺമെൻറ്റ്, വീട്ടിൽ നിന്ന് സാഹചര്യങ്ങൾ നിൽക്കുക. അതുപോലെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് കൃഷിയിൽ നിന്നുള്ള ഒരു ഉയർച്ച, ക്ഷീരകർഷകർക്ക് അതിൽ നിന്നുള്ള ഒരു ലാഭം, അങ്ങനെയൊക്കെ പൊതുവെ എന്ന് പറഞ്ഞാൽ ഒരു നല്ലതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഇവർക്ക് നിലവിലുള്ളത്. അതേമാതിരി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോട്ടറി മാതിരിയുള്ള ഉണ്ടാകാൻ അനുകൂലമായിട്ടുള്ള ചെറിയ ലോട്ടറി ഒക്കെ അടിക്കാനുള്ള കാലം, അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, അല്ലെന്നിരി നമ്മളെ നിലയിരുന്ന പല ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളവർ മാറി നമ്മളായിട്ടുള്ള ഒരു പൊതുവെ ഒരു നല്ല സാഹചര്യങ്ങൾ വരാൻ, അങ്ങനെയൊക്കെ ഉള്ള പൊതുവെ എന്ന് പറഞ്ഞാൽ അത്ര മോശമല്ലാത്ത ഒരു സാഹചര്യങ്ങളാണ്. ചിലപ്പോൾ ഒന്നിച്ചിരി മോശമായി കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് അവിടെ കവറായി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പം എല്ലാം നമുക്ക് എപ്പോഴും ഒരുപോലെ ഇരിക്കുകയല്ല. പക്ഷേ ഇതിൻ്റെ മുമ്പ് ഇവർക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ നല്ലതായിരുന്നായിരിക്കാം. അപ്പം ആ ഒരു സാഹചര്യങ്ങൾക്ക് എപ്പോഴും ഒരു അത് വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ അസുഖമായിട്ട് ചില ആൾക്കാർ ഹോസ്പിറ്റലൊക്കെ ഇരുന്ന ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം, ഒരു പരിധി വരെ മോചനം ഉണ്ടാകാൻ. അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദേശ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വെളിയിൽ ജോബ് ഇതാക്കാൻ, വിസക്ക് എളുപ്പം പാസ്സായി വരാനുള്ള സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുള്ള പൊതുവേ അത്ര മോശമല്ലാത്തതായിട്ടുള്ള, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർക്ക് കാര്യങ്ങൾ ഇച്ചിരി മെച്ചപ്പെട്ടായിട്ടുള്ള സാഹചര്യങ്ങൾ. അതുപോലെ എക്സ്പെൻസ് കുറയുക. അനാവശ്യമായിട്ട് നമുക്ക് നിലവിൽ ചിലപ്പോൾ 10 രൂപ കിട്ടി 20 രൂപ ചിലവ് നിൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് ആ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അനാവശ്യ ചിലവുകൾക്കൊക്കെ ഒരു പരിധി വരെ കുറവ് വരിക. അല്ല ചില ആൾക്കാർ ഒത്തിരി മെഡിസിൻ വാങ്ങിക്കുക, ഹോസ്പിറ്റലൈസേഷന്, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജ് ആകാനൊക്കെ ഉള്ളൂ ഒരു സാഹചര്യം കൂടെയാണ് ഇപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള മാറ്റത്തിൽ കൂടെ അനുകൂലമായിട്ട് വരുന്നത്. ലോങ് ടേം ഡിസീസ് എന്തെങ്കിലും ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന ആൾക്കാർ അതിൽ നിന്നൊരു റിക്കവറായിട്ട് വരാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങളും കൂടെ നിലവിലുണ്ടെന്ന് മനസ്സിലാക്കുക. ചിങ്ങൻ രാശി, ചിങ്ങത്തെ ഭരിക്കാന്ന് പറഞ്ഞാൽ സൂര്യനാണ്. അതുപോലെ ചിങ്ങൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം എന്നീ നക്ഷത്രങ്ങളാണ്. അപ്പം ഇതിനകത്ത് മകത്തെ ഭരിക്കുന്ന കേതുവാണ്, ചന്ദ്രകർമ്മയാണ്. അതുപോലെ പൂരത്തെ ഭരിക്കുന്ന ശുക്രനാണ്, ചൊവ്വകർമ്മയാണ്. ഉത്തത്തെയാണ് ഭരിക്കുന്നതെന്നതിന് സൂര്യനാണ്, ബുധകർമ്മയാണ്. അപ്പം ഇങ്ങനെ കർമ്മ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് ഇവർക്ക് ഈ ഒരു രാശിക്കാർക്ക് നല്ലൊരു റൊമാൻസ് ബന്ധപ്പെട്ടിട്ട് നല്ല ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല പുതിയ പ്രണയബന്ധം ഉണ്ടാകാനുള്ളൊരു സാഹചര്യമുണ്ട്. പിന്നെ നല്ല ജീവിതത്തിൽ നല്ല എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാകാനുള്ള സാഹചര്യം, ഉല്ലാസയാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. സ്പെക്കുലേറ്റീവ് ഗെയിൻ, എന്തെങ്കിലും ഊഹക്കച്ചവടത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ, നല്ല രീതിയിലുള്ള എന്തെങ്കിലും വിവാഹമൊക്കെ ആലോചിക്കാൻ താമസിക്കുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ ഉള്ള ഒരു ഉയർച്ച ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുവെ അനുകൂലമല്ലാട്ട് നിന്നിരുന്ന അവർക്കെല്ലാം ഒരു നല്ലൊരു സാഹചര്യങ്ങൾ, ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകാൻ ഭാര്യ ഭർത്താക്കന്മാർക്ക് പൊതുവെ നല്ലതാണ്. ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ബിസിനസ്സിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ ഉള്ള ഒരു സാഹചര്യങ്ങൾ. അതുപോലെ കല്യാണാലോചനയൊക്കെ മുടങ്ങിക്കിടക്കുന്ന ആൾക്കാർക്ക് കല്യാണം നടക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകുക. അതുപോലെ ഹസ്ബൻഡ് വൈഫുമായിട്ടുള്ള നല്ല റിലേഷൻ, പഴയ കുറേ നാളായിട്ട് അകന്നു കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് വൈഫൊക്കെ കണ്ടുമുട്ടാനുള്ള സാഹചര്യങ്ങൾ വരിക. ചിലപ്പോൾ ഫോറിനൊക്കെ ഉള്ള ആൾക്കാർ, അവരുടെ ആൾക്കാർ ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് നല്ല അവരുമായിട്ട് കണ്ടുപോയിട്ട് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ലൈഫൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഒരുപാട് ഇപ്പം നിലവിലുണ്ട്. അതേപോലെ ഒരു നല്ല ആഗ്രഹ സാഫല്യീകരണം, അങ്ങനെ ഒരുപോലെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. ബിസിനസ്സിൽ നിന്ന് നല്ല ഉയർച്ച ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ. അതേമാതിരി എന്തെങ്കിലും നിങ്ങൾക്ക് വിദ്യാഭ്യാസമായിട്ട് ഹയർ എഡ്യൂക്കേഷൻ ട്രാവൽ ചെയ്യേണ്ട ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വിദ്യാഭ്യാസത്തിൽ നിന്ന് നല്ല ഉയർച്ച ഉണ്ടാവുക. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഒക്കെ ഫീൽഡിലൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ലതാണ്. IELTS എക്സാമൊക്കെ എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല അതിനകത്ത് നല്ല മാർക്ക് വരിക. അതുപോലെ വിദേശത്ത് പോയിട്ട് ഉപരിപഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഉപരിപഠനത്തിന് പോകാനുള്ള സാഹചര്യങ്ങൾ നിലവിൽ വരിക. അങ്ങനെ പല രീതിയിലും ഇവർക്ക് നല്ലതായിട്ടുള്ള സാഹചര്യങ്ങൾ. അതേപോലെ സ്പെക്കുലേറ്റീവ് ഗെയിൻസ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല ഗെയിൻസ് ഉണ്ടാകുക. അല്ലെന്നൊരു ഫ്രണ്ട്ഷിപ്പ്, പഴയ ആൾക്കാരെ സുഹൃത്തുക്കളെ ഒന്ന് കണ്ടുമുട്ടുക, സോഷ്യൽ നെറ്റ്വർക്കിൽ നിന്നൊക്കെ ഒരു നല്ല ഉയർച്ച ഉണ്ടാകാനുള്ള കാര്യങ്ങൾ, അതിൽ നിന്നൊക്കെ ഒരു റിവാർഡ്, അങ്ങനെയൊക്കെ ഉള്ള പ്രതീക്ഷിക്കാവുന്നതാണ്. അവരുടെ ആഗ്രഹ സാഫല്യീകരണങ്ങൾ, ഫുൾഫിൽമെൻറ്റ് ഓഫ് ദ ലൈഫ്, എന്തെങ്കിലും ജീവിതത്തിൽ പൊതുവേ എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം പൊതുവെ ഒരു നല്ല രീതിയിലുള്ള വരാനുള്ള ഒരു സാഹചര്യങ്ങൾ, നല്ല അതുമായിട്ടുള്ളൊരു സന്തോഷങ്ങൾ, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, ഗെയിൻ ഫ്രം ദ കറസ്പോണ്ടൻസ് എന്തെങ്കിലും ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങൾ,
കമ്മ്യൂണിക്കേഷനും ചെയ്തിട്ട് നല്ല അതിൽ നിന്നൊക്കെ ഒരു ഉയർച്ച ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങൾ. പിന്നെ പൊതുവേ എന്ന് പറയുക എല്ലാം കൊണ്ടും നല്ല ഒരു സാഹചര്യങ്ങളാണ് ഇവർക്ക് നിലവിൽ റിക്കവർ ഫ്രം ദ ഇൽനെസ്. അതേമാതിരി പഴയ എന്തെങ്കിലും ഹോസ്പിറ്റലായിട്ടിരുന്ന ആൾക്കാർ എന്തെങ്കിലും ലോങ് ടൈം ഡിസീസ് എന്തായിട്ട് കിടന്നിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകാനൊക്കെ ഉള്ളൊരു നല്ലൊരു സാഹചര്യങ്ങളാണ് ഇപ്പം നിലവിലുള്ളത്. അങ്ങനെ പൊതുവേ എന്ന് പറഞ്ഞാൽ അതുപോലെ ഷെയർ മാർക്കറ്റ് എന്തെങ്കിലും ഊഹക്കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ഷെയർ മാർക്കറ്റിലെ അതുപോലെ ബിറ്റ്കോയിൻ അങ്ങനെയൊക്കെ ഉള്ളത് ചെയ്യുന്നത് ഈ പറഞ്ഞ ക്രിപ്റ്റോമാരും ഒക്കെ ഉള്ള ചെയ്യുന്ന ആൾക്കാർക്ക് പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള അതിൽ നിന്നൊക്കെ ഒരു ഇൻകം പ്രതീക്ഷിക്കാനുള്ള ഒരു സാഹചര്യമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ജീവിതത്തിൽ നല്ല ഉയർച്ചകൾ, നമ്മുടെ അംബിഷന് പുതിയൊരു കുറേ കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് നീണ്ടുവരുന്ന പല പ്രശ്നങ്ങൾക്ക് അതിനൊക്കെ ഒരു പരിഹാരം, ഒരു അംബിഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളെ കാണാനും എടുക്കാനും ഒക്കെ ഉള്ളതെന്ന് പൊതുവെ അങ്ങനെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവർക്ക് നിലവിലുള്ളത്. ഇടവം കഴിഞ്ഞാൽ അതേമാതിരി ഏറ്റവും നല്ല ഇപ്പോൾ ഗുണഫലങ്ങൾ ഉള്ളതെന്ന് പറഞ്ഞാൽ കന്നി രാശിയാണ്. കന്നി രാശിക്കാർക്ക് വളരെ നല്ലതായിട്ടുള്ള ഗുണഫലങ്ങളാണ് ഇപ്പോൾ വരുന്നത്. പ്രത്യേകിച്ച് ഇവർക്ക് 3, 2, 4, 6, 10 അങ്ങനെയൊക്കെ ഉള്ളൊരു പൊസിഷനിലാണ് ഇവരുടെ ഈ പറയുന്ന വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള നിൽപ്പ്. അപ്പം ഈ കന്നിരാശിയെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ബുധനാണ് ഭരിക്കുന്നത്. ഇതിൻ്റെ നക്ഷത്രങ്ങൾ നോക്കിയാൽ ഉത്രം, അത്തം, ചിത്തിരയൊക്കെ വരും. ഈ ഉത്രം എന്ന് പറഞ്ഞാൽ സൂര്യനാണ് ഉത്തരത്തെ ഭരിക്കുന്നത്, അതുപോലെ ബുധകർമ്മയപ്പെട്ടാണ്. അതുപോലെ അത്തത്തെയാണെന്നൊരു ചന്ദ്രനാണ് ഭരിക്കുന്നത്, ഗുരുകർമ്മയപ്പെട്ടാണ്. അതുപോലെ ചിത്തിര നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വയാണ് ഇതിനെ ചിത്തിരെ ഭരിക്കുന്നത്, അതുപോലെ ശുക്രകർമ്മയാണ്. അപ്പോൾ ഈ കർമ്മയുടെയൊക്കെ മാറുന്നതനുസരിച്ച് ഇവരുടെ നല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ, ജീവിതത്തിലൊക്കെ നല്ല ഉയർച്ച നേട്ടങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ സ്വഭാവങ്ങളെല്ലാം ഈ ഒരു കർമ്മത്തെ അനുസരിച്ചിരിക്കുക. അതുകൊണ്ട് ഈ കർമ്മ നിങ്ങളൊന്ന് നോട്ട് ചെയ്തു പോകാം. അപ്പം ഇവർക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുവരെ അനുഭവിച്ചിരുന്നതായിട്ടുള്ള പല പ്രശ്നങ്ങളിൽ നിന്നും മാറി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിന്, ജീവിതത്തിൽ പല രീതിയിലുള്ള നല്ല ഉയർച്ച, സാമ്പത്തിക അഭിവൃദ്ധി കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ എന്തെങ്കിലും ഇൻഷുറൻസ് അങ്ങനെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ ആണല്ലോ എന്ന രീതിയിൽ അവരുടെ ഫാദറോ അങ്ങനെയൊക്കെ ഉള്ളവരെ എടുത്തിട്ട് ഇവർക്ക് കൊടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടിയൊക്കെ നമ്മുടെ പേരിൽ കിട്ടാൻ ഉള്ള സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളൊരു പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ. പിന്നെ നമ്മുടെ പൊതുവേ എന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു ഗെയിനും വെൽത്തും നല്ലൊരു സാഹചര്യങ്ങൾ, നമ്മുടെ പിന്നെ നല്ല ലക്ഷറിയസ് ലൈഫ്, ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ട നല്ല രീതിയിലൊക്കെ പോകാനുള്ള ഒരു സാഹചര്യമാണ്. അതുപോലെ അമ്മയുടെയൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ അമ്മയുടെയൊക്കെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ടിരിക്കുക, എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതിൻ്റെ ഒരു പരിധി വരെ അത് മാറും. അതേമാതിരി ഈ ഉപരിപഠനത്തിന് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, കുട്ടികളാണ് അവരുടെ നല്ല രീതിയിൽ പോകാൻ, അതേമാതിരി റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും ബ്രോക്കറേജ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബ്രോക്കറേജ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രോപ്പർട്ടി കൂടെ പുതിയ സംഭവങ്ങൾ, അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ബിൽഡിംഗ് ത്രൂ പുതിയ കച്ചവടം വന്ന് നല്ല രീതിയിൽ അത് പൈസ ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് എളുപ്പം വസ്തുവിൻ്റെ ക്രയവിക്രയങ്ങൾ ഈസിയാക്കാൻ, വസ്തു മറിച്ച് എടുത്ത് സാഹചര്യങ്ങൾ വരാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ്. പിന്നെ അവരുടെ പ്രത്യേകിച്ച് ഡൊമസ്റ്റിക് എൻവയോൺമെൻറ്റ് കാര്യങ്ങളെല്ലാം ഒരു മാറി ഒരു നല്ലതായിട്ടുള്ള ഒരു ഇത് വരാനുള്ള സാഹചര്യങ്ങൾ. അതുപോലെ കൃഷി ചെയ്യുന്ന ആൾക്കാർക്കാണെന്ന രീതിയിൽ കൃഷിയിൽ നിന്ന് നല്ല ലാഭം ഉണ്ടാക്കാൻ, ക്ഷീര കർഷകർക്കാണെന്ന രീതി അതേമാതിരി നല്ല ലാഭങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യങ്ങളാണ് ഇപ്പം നിലവിലുള്ളത്. അതുപോലെ ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ഓൺലൈൻ ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ക്രെഡിറ്റ് കാർഡ് അടച്ച് തീർക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം. അതേമാതിരി ബാങ്കിൽ ലോൺ എടുക്കാൻ വേണ്ടി ലോണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആ തടസ്സങ്ങളെല്ലാം മാറി കാര്യങ്ങളെല്ലാം അനുകൂലമായിട്ടുള്ള വരുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ജോബ് നോക്കുന്ന ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി ഇല്ലാത്ത ആൾക്കാർക്ക് പുതിയ ജോലി കിട്ടാനെടുക്കാൻ എല്ലാം ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതേപോലെ നമ്മുടെ പ്രൊഫഷണലായിട്ടുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ജോബ് മീൻസ്, അതേപോലെ ജോലി പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ സ്ഥലത്തോട്ട് ഇപ്പോൾ പ്രൊമോഷൻ മാറി കിട്ടാനുള്ള ഒരു സാഹചര്യം, അതേമാതിരി കറസ്പോണ്ടൻസ് ത്രൂ എന്തെങ്കിലും ഗെയിൻ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് നിലവിലുണ്ട്. പിന്നെ അവരുടെ ഒരു നല്ല രീതിയിലുള്ള ഒരു അന്തസ്സ് അങ്ങനെയൊക്കെ ഉള്ളതിന് ജോബിന് പ്രൊമോഷൻ കിട്ടാനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട്. സക്സസ് ഫ്രോം ദ ബിസിനസ്, നമുക്ക് എന്തെങ്കിലും ഇതുമാതിരി ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ ഒരു നല്ല വരുമാനങ്ങൾ കൂടുതൽ വരാനുള്ള ഒരു സാഹചര്യങ്ങൾ. അതുപോലെ സോഷ്യൽ നെറ്റ്വർക്കൊക്കെ അവരുടെ ഒരു ഇമ്പ്രൂവ് ആകും. അങ്ങനെയൊക്കെ ഉള്ളൊരു പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രീതിയിലും നല്ലൊരു സമയമാണ്. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ജോലിയിൽ ഉയർച്ച, പ്രൊമോഷൻ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ആ പ്രൊമോഷൻ കിട്ടാനുള്ള ഒരു സാഹചര്യം, അങ്ങനെയൊക്കെ അല്ല ഇവർക്കൊരു അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഇപ്പം നിലവിലുള്ളത്.
തുലാം രാശിയെ ഭരിക്കുന്നത് ശുക്രനാണ്. അതുപോലെ തുലാം രാശിയുടെ നക്ഷത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചിത്തിര, ചോതി, വിശാഖമാണ്. ചിത്തിരയുടെ പകുതി ചോതി, വിശാഖം. അപ്പോൾ ചിത്തിരെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ചൊവ്വാണ്, ശുക്രകർമ്മയാണ്. ചോതിയെ ഭരിക്കുന്നത് രാഹുവാണ്, ശനികർമ്മയാണ്. വിശാഖത്തെ ഭരിക്കുന്നതാണ് വ്യാഴമാണ്, രാഹുകർമ്മയാണ്. അപ്പോൾ ഈ ഒരു കർമ്മയുടെ അനുസരിച്ചൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അനുകൂലവും പ്രതികൂലമായിട്ടൊക്കെ മാറും. അപ്പോൾ ഇവരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്ര നാളും പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ഇച്ചിരി ഒരു വ്യത്യാസം വന്ന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രതീക്ഷകൾക്കെല്ലാം മങ്ങലേറ്റിരുന്ന ആൾക്കാർക്ക് നല്ല ഒരു പ്രതീക്ഷ വരാനും, അംബീഷന് നല്ല ഒരു പ്രചോദനം വരാനും, ജീവിതത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് വരാനും ഒക്കെ ഉള്ള സാഹചര്യങ്ങൾ എന്തെങ്കിലും ഇത്ര നാളുമായിട്ടുണ്ടായിരുന്നതിനെ കാട്ടും നല്ലൊരു ബെറ്ററായിട്ടുള്ള സിറ്റുവേഷൻ വരാനുള്ള സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. അതുപോലെ നൈബേഴ്സുമായിട്ടൊക്കെ ഉള്ള പൊതുവേ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ബന്ധം പുലർത്താനും, ആ ഒരു പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനെടുക്കാനൊക്കെ ഉള്ളൊരു ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാനുള്ള ഒരു സാഹചര്യങ്ങളാണ് ഇപ്പം നിലവിലുള്ളത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഊഹക്കച്ചവടത്തിൽ നിന്നും നല്ല ഉയർച്ച ഉണ്ടാകാൻ, പുതിയ കല്യാണമൊക്കെ ആലോചിക്കുന്ന ആൾക്കാർ കല്യാണം ഒക്കെ ആലോചിക്കാനുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. പുനർവിദ്യാഭ്യാസം ആഗ്രഹിക്കുന്നവർക്ക് ഉന്നത വിദ്യാഭ്യാസത്തിൽ വിജയം, അതുപോലെ IELTS അങ്ങനെയൊക്കെയുള്ള എഴുതാൻ വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർക്ക് അത് അനുകൂലമായിട്ടുള്ള സമയം. അതുപോലെ എഴുതിയിട്ട് നല്ല മാർക്ക് കിട്ടാനും വിദേശത്ത് പോകാനും ഒക്കെ ഉള്ള ഹയർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് വെളിയിലൊക്കെ പോകാനുള്ള അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ ലോങ് ജേർണി എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലോങ് ജേർണി ചെയ്യാൻ, അതായത് ഇന്ത്യയിലായാലും നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമായിട്ട് ഹയർ സ്റ്റഡീസുമായിട്ടോ അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഇപ്പോൾ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് നിലവിലുള്ളത്. അതേമാതിരി അവരുടെ ഫാദറിനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇതായിട്ടുള്ള സംഭവങ്ങൾ, പുനർവിദ്യാഭ്യാസത്തിന് നല്ലൊരു അതുപോലെ വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ അൺഎക്സ്പെക്റ്റായിട്ടുള്ള ഗെയിന്, പല രീതിയിലുള്ള ഉയർച്ച, ധനലാഭം അങ്ങനെയൊക്കെ ഉണ്ടാകാനൊക്കെ ഉള്ളതെന്ന് നല്ല ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ് ഇപ്പം നിലവിലുള്ള ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ പറഞ്ഞ പ്രണയബന്ധത്തിലോ ഒക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല പ്രണയ സാഹചര്യങ്ങൾ ഉണ്ടാകാനൊടുക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങളാണ് ഇപ്പം നിലവിലുള്ളത്. വൃശ്ചികം രാശിയുടെ രാശ്യാധിപൻ എന്ന ചൊവ്വാണ്. അപ്പോൾ വിശാഖത്തിൻ്റെ കാല്, പിന്നെ അനിഴം, തൃക്കേട്ട, ഇത്രയുമാണ് ഈ വൃശ്ചികം രാശിയിലുള്ള നക്ഷത്രങ്ങൾ. അപ്പോൾ വൃശ്ചികം രാശിയെ ഭരിക്കുക എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്, രാഹുകർമ്മയാണ്. അതുപോലെ അനിഴമാണെന്നൊരു അനിഴത്തെ ഭരിക്കുന്ന ശനിയാണ്, സൂര്യകർമ്മയാണ്. തൃക്കേട്ടാണെന്നൊരു ബുധനാണ് ഭരിക്കുന്നത്, ചന്ദ്രകർമ്മയാണ്. അപ്പോൾ ഈ ഓരോ കർമ്മയുടെ അനുസരിച്ചുള്ള ഇവരുടെ പല രീതിയിലുള്ള കാര്യങ്ങളെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഇവരെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് 2, 4, 8, 12 അങ്ങനെയൊക്കെ ഉള്ള ഒരു പൊസിഷനിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് നല്ല വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ഈ ഒരു നല്ല പൊസിഷൻ വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഇവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ഫൈനാൻസ്, വെൽത്ത്, ജീവിത സാഹചര്യങ്ങളൊക്കെ ഉയർന്ന ജീവിത സാഹചര്യങ്ങളുണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ. അതുപോലെ ഏണിങ്സ് പറഞ്ഞത്, ഇൻവെസ്റ്റ്മെൻറ്റ്, എന്തെങ്കിലും ഒരു പൈസ ഇട്ടിട്ട് അതിൽ നിന്നുള്ള ഒരു ഇപ്പം എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് അല്ല ഇൻഷുറൻസ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് വലിയ അതിൽ നിന്നുള്ള ഒരു റിട്ടേൺസ് കിട്ടാനുള്ള ഒരു സാഹചര്യങ്ങൾ, നല്ലതായിട്ടുള്ള ലക്ഷറിയസ് ലൈഫ് ചുറ്റുപാടുകൾ മെച്ചപ്പെടാനെടുക്കാൻ അങ്ങനെയൊക്കെ ഉള്ളൊരു സമയമാണ്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. റിയൽ എസ്റ്റേറ്റിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ, അവർ അമ്മയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആരോഗ്യമായിട്ട് മെച്ചപ്പെട്ട ആരോഗ്യങ്ങൾ, എന്തെങ്കിലും അസുഖമൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അതൊക്കെ മാറാനുള്ള കാര്യങ്ങൾ. അതുപോലെ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വണ്ടിയൊക്കെ വാങ്ങിക്കാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ വീട് മോടി പിടിപ്പിക്കുക അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. ഈ പറഞ്ഞ നമ്മുടെ ഈ ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് വളരെ നല്ലൊരു സമയമാണ്. അതുപോലെ ക്ഷീര കർഷകർക്ക് നല്ല സമയമാണ്. കൃഷിയിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാകാനുള്ള സമയമാണ്. അതേപോലെ റിയൽ എസ്റ്റേറ്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ബ്രോക്കറേജ് ചെയ്യുന്ന ആൾക്കാർക്കും ഇതിൽ നിന്നുള്ള ഒരു വരുമാനം കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ. അതുപോലെ അവരുടെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷന് വീട്ടിൽ നല്ല ഐശ്വര്യവും സംകീർത്തിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് ഈ ഒരു രാശിക്കാർക്ക്, വൃശ്ചികം രാശിക്കാർക്ക് നിലവിലുള്ള. അതുപോലെ ഇവർക്ക് എന്താ പറയുന്നത്, നമ്മുടെ അസുഖം മലയാക്കായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനിരുന്നതായിട്ടുള്ള ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകാൻ, പിന്നെ അൺഎക്സ്പെക്റ്റഡ് ലോട്ടറി വഴിയുള്ള കാര്യങ്ങൾ അടിക്കാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങൾ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ അസുഖങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാകാൻ അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകാനുള്ളത്.
അതുപോലെ യാത്രാ ദുരിതം അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകാനുള്ള, അതുപോലെ അങ്ങനെയൊക്കെയുള്ള പൊതുവെ എന്ന് പറഞ്ഞാൽ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇവർക്കിത് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ്. അതുപോലെ വെളിയിലൊക്കെ ഉള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല സിറ്റുവേഷൻ ഉണ്ടാവുക, അവർക്ക് നല്ലതായിട്ടുള്ള ഒരു സാഹചര്യങ്ങളുണ്ടാകുക, പ്രത്യേകിച്ച് പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക്. പിന്നെ ചില ആൾക്കാർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചില ഒരു ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം വന്ന് എടുക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, ഹോസ്പിറ്റലൊക്കെ കിടന്ന ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടായി. അതിൽ നിന്ന് അസുഖത്തിനൊക്കെ ഒരു പരിധിവരെ കുറവ് വന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ചിലപ്പം ഡിസ്ചാർജ് ചെയ്യാനെടുക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം കൂടെ നിലവിലുണ്ട് ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള വരുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു രാശിക്കാർ. ധനുരാശിയുടെ രാശ്യാധിപൻ എന്ന് പറയുന്ന വ്യാഴമാണ്. ഇതിൻ്റെ നക്ഷത്രങ്ങൾ എന്ന മൂലം, പൂരാടം, ഉത്രാടം. അപ്പം മൂലത്തെ ഇതിൻ്റെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന, മൂലത്തെ കൺട്രോൾ ചെയ്യുന്ന കേതുവാണ്, ചൊവ്വകർമ്മയാണ്. അതുപോലെ പൂരാടത്തെയാണെന്ന് ഒരു കൺട്രോൾ ചെയ്യുന്നത് ശുക്രനാണ്, ബുധകർമ്മയാണ്. ഉത്രാടത്തെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ്, ഗുരുകർമ്മയാണ്. അപ്പം ഇങ്ങനെ ഓരോ കർമ്മ മാറുന്നതിൻ്റെ അനുസരിച്ച് ഇവരുടെ ജീവിത രീതികളിലെ സ്വഭാവത്തിലെ പല രീതിയിലുള്ള ഇൻട്രസ്റ്റുകൾ അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യത്യാസം വന്നിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇവർക്ക് ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള മാറ്റം എന്ന് പറയുമ്പോൾ 1, 3, 7, 11 എന്നീ രാശികളിലോട്ട് വരും. ജീവിതത്തിൽ നിലനിന്നിരുന്ന പല നിരാശബോധമേ അല്ലെന്നൊരു എന്താ പറയുക, നമുക്കൊരു പലതിനോടൊരു ആഗ്രഹമില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു തിരിച്ച് വന്നിട്ട് റീഗെയിൻ ചെയ്ത് നല്ലൊരു എംബിഷൻ ഉള്ള നല്ല രീതിയിലെ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ കൈവരുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴുള്ളത്. അതുപോലെ അവരുടെ സഹോദരങ്ങളുമായിട്ടൊക്കെ അകന്ന് കഴിഞ്ഞിരുന്ന ആൾക്കാർ സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല രീതിയിലുള്ള ബന്ധം പുലർത്തും. സഹോദരങ്ങളുമായിട്ട് ചില ആൾക്കാർ ദൂരെയൊക്കെ ഉള്ള നിന്നിരുന്ന ആൾക്കാർ വന്നൊരു ചിലപ്പം കണ്ടുമുട്ടാനും അഥവാ എന്തെങ്കിലും വാക്കർക്കങ്ങളുണ്ടെന്നൊരു അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു കേൾക്കാനൊക്കെ ഉള്ളൊരു നല്ലൊരു സിറ്റുവേഷനാണ്. അതുപോലെ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു രാശിയിൽപ്പെട്ട ആൾക്കാരൊക്കെ പങ്കെടുക്കുന്നുണ്ടെന്നൊരു അവർക്കും അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ്. പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു വാർഡിലൊക്കെ ഉള്ള ആൾക്കാരെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യും, ആൾക്കാരുമായിട്ട് നല്ല റിലേഷനെ നിലനിർത്താനുള്ളൊക്കെ ഒരു സിറ്റുവേഷനാണ്. അതുപോലെ അവർ നല്ല കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെ അങ്ങനെ ഉള്ളതും പല ബാല്യകാല സുഹൃത്തുക്കളെ ഉള്ള ഒക്കെ കണ്ടുമുട്ടാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സമയമാണ് അവരുടെ. അതുപോലെ നൈബേഴ്സുമായിട്ടൊക്കെ നല്ല രീതിയിൽ ബന്ധം തുടരും. അഥവാ നേരത്തെ എന്തെങ്കിലും ഈശാപോഷങ്ങളുണ്ടായിരുന്നെന്നൊരു അതെല്ലാം പറഞ്ഞു ചേർത്ത് നല്ല രീതിയിലുള്ള ഒരു ബന്ധം നിലനിർത്താനായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പം നിലവിലുള്ളത്. അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള സമയമാണ്. അപ്പോൾ ഈ ഒരു പീരീഡിൽ കല്യാണം വരും, കല്യാണാലോചനകൾ വരാൻ സാധ്യതയുണ്ട്. കല്യാണം കഴിക്കാനുള്ള ആൾക്കാർക്കാണെന്നൊരു നല്ലതാണ്. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരാണെന്നൊരിൽ വളരെ അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. അകന്നു കഴിഞ്ഞിരുന്ന ഭാര്യ ഭർത്താക്കന്മാർക്ക് കണ്ടുമുട്ടാനുള്ള സാഹചര്യം, പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡൊക്കെ ഗൾഫിലുള്ള വൈഫ് നാട്ടിലും അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ നാട്ടിൽ വരാനും വൈഫിനെ കാണാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇപ്പം നിലവിലുള്ള. അത് തന്നെയല്ല സാധാരണ ഫാമിലിയൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല രീതിയിലുള്ള ചിലപ്പോൾ എന്തെങ്കിലും ഒരു മുഷിഞ്ഞായിട്ട് ഭാര്യ ഭർത്താക്കന്മാരുമായിട്ട് ചില എന്തെങ്കിലും അകൽച്ച ഉണ്ടെങ്കിൽ പോലും അതെല്ലാം മാറി നല്ലതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരാനുള്ള ഒരു സാഹചര്യം കൂടെ ആണ് നിലവിലുള്ളത് ഇപ്പോഴേ. അതുപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്, ബിസിനസ്സിൽ നിന്ന് ലാഭം വരാനുള്ള സാധ്യത. അതുപോലെ പുതിയ ബിസിനസ് തുടങ്ങാനും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയം കൂടെയാണ് ഇപ്പം നിലവിലുള്ളത്. പൈസ കടം കൊടുത്തിട്ട് കിട്ടാതിരിക്കുന്ന സാഹചര്യം ഉണ്ടെന്ന് അത് തിരിച്ചു കിട്ടാനൊക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളാണ് ഉള്ളത്. അതേപോലെ നമുക്ക് ഇവർക്കെന്ന് പറഞ്ഞാൽ ഈ ഒരു രാശിക്കാർക്ക് 11 പറയുമ്പോൾ വളരെ രീതിയിൽ നല്ലതായിട്ടുള്ളതാണ്. ഷെയർ മാർക്കറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഉയർച്ച ഷെയർ ചെയ്യുന്നവർ അല്ലെ ബിറ്റ്കോയിൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ ഒക്കെ അങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിന് അങ്ങനെയുള്ളത്. അതുപോലെ ഹോസ്പിറ്റലൈസേഷൻ എന്തെങ്കിലും അസുഖമൊക്കെ വന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നൊരു ഹോസ്പിറ്റലൊക്കെ ഉണ്ടെന്നൊരു അവരെ ഡിസ്ചാർജ് ചെയ്തിട്ട് വീട്ടിൽ പോകാനുള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. അങ്ങനെ പല രീതിയിലുള്ള പിന്നെ അതുപോലെ ഫ്രണ്ട് സർക്കിൾ സോഷ്യൽ സർക്കിളൊക്കെ നല്ല രീതിയിൽ സോഷ്യൽ നെറ്റ്വർക്കൊക്കെ നല്ല രീതിയിൽ വരാനും എടുക്കാനും അതുപോലെ പൊതുവേ എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിന് കാര്യങ്ങളെ അങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രതീക്ഷിക്കാം. ഒരു ഫുൾഫിൽമെൻറ്റ് ജീവിതത്തിലെ ഒരു കാര്യങ്ങളോടുള്ള ഒരു എന്താ പറയുന്നത് ഒരു നമുക്കൊരു സാക്ഷാത്കാരം ആത്മസാക്ഷാത്കാരം എന്തിലും ആത്മസാക്ഷാത്കാരം ഇല്ലെന്നൊരു നമുക്ക് കാര്യമില്ലല്ലോ, ജീവിക്കുന്നതിന് അതിൻ്റെ മീനിങ് ഇല്ലല്ലോ.
വേറെ ആർക്കെങ്കിലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാം ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ, കടങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നില്ല, അതിനൊക്കെ ഒന്നൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ ഇവരെ സംബന്ധിച്ച് പറയാനുള്ളത്. അതുപോലെ പൂർവീയ സ്വത്തിൽ നിന്നും അല്ലാതുള്ള പ്രോപ്പർട്ടിയിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടാനുള്ള ഒരു സാഹചര്യം അതുപോലെ നിലവിലുണ്ട്. അപ്പം നല്ലൊരു ധനാവന മാർഗം നമ്മുടെ വസ്തുക്കളിൽ നിന്ന്, കൃഷിയിൽ നിന്നോ അങ്ങനെയൊക്കെ ഉള്ള കാര്യത്തിൽ നിന്ന് കിട്ടാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുപോലെ എന്തെങ്കിലും രോഗാവസ്ഥയിൽ ഉള്ള ആൾക്കാരാണെന്നതിന് 100% അവർ ഈ ഒരു സമയത്ത് റിക്കവറായിട്ട് വീട്ടിൽ വരാനും ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യാനും ഉള്ള സാഹചര്യം ഉണ്ട്. മാത്രമല്ല എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർക്ക് ആ അസുഖത്തിൽ നിന്ന് വലിയൊരു ശമനം ഉണ്ടാവും. ചിലപ്പോൾ ഒരു ക്രിറ്റിക്കലായിട്ട് എന്തെങ്കിലും ഒരു അസുഖമൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊക്കെ ഒരു നല്ല മോചനം വന്ന് നല്ലതായിട്ടുള്ള ഒരു സിറ്റുവേഷനുള്ള പോകാനുള്ള സാധ്യതയോടെയാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറഞ്ഞു കഴിഞ്ഞാലുള്ളത്. മകരൻ രാശിയുടെ രാശിയാധിപൻ എന്ന് പറഞ്ഞാൽ ശനിയാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നാളുകളെന്ന് പറഞ്ഞാൽ മൂന്ന് നാളുകളെന്ന് പറഞ്ഞാൽ ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ നാളുകളാണ്. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉത്രാടത്തെ ആണെന്നൊരിൽ ഭരിക്കുന്നത് സൂര്യനാണ്, ഗുരുകർമ്മപ്പെട്ടതാണ്. തിരുവോണത്തെ ആണ് ഭരിക്കുന്നത് ചന്ദ്രനാണ്, ശുക്രകർമ്മപ്പെട്ടാണ്. അവിട്ടത്തെ ആണ് ഭരിക്കുന്നത് ചൊവ്വാണ്, ശനികർമ്മയാണ്. അപ്പോൾ ഈ കർമ്മ അനുസരിച്ചുള്ള ഇവരുടെ രീതിയിലുള്ള പല രീതിയിലുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അത് പൊതുവെ ഇവർക്ക് നല്ലതായിട്ടുള്ള ഇതാണ്. അവരുടെ വീട്ടിൽ നിലനിന്നിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം, അൺഎക്സ്പെക്റ്റഡ് ഗെയിന്, ജീവിതത്തിൽ നല്ല ഉയർച്ച ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ, ഫൈനാൻസ്, അതുപോലെ ഏണിങ്സ് ഫ്രം ദി ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മളെന്തെങ്കിലും ഒരു പൈസയുടെ ഇട്ടിട്ട് അല്ലെ ഇൻഷുറൻസിൽ നിന്നൊക്കെ ഉള്ള ഗെയിൻ ഉണ്ടാകാൻ, അല്ല KSF ചിട്ടി അങ്ങനെയൊക്കെ ഉള്ള അടിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യം ഉണ്ടാകുക, അല്ല നല്ല സാഹചര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ, മെച്ചപ്പെട്ടായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാകാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങളാണ് ഇവർക്ക് നിലവിലുള്ളത്. അതേമാതിരി പാർട്ട് ടൈം ജോബ് ചെയ്യുന്നവർക്കാണേലും ഓൺലൈൻ ജോബ് ചെയ്യുന്നവർക്കാണേലും പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ്. പുതിയ ജോലി നോക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാണ്, പാർട്ട് ടൈം ജോബോ അല്ല അങ്ങനെയുള്ള ജോബ് കിട്ടാനുള്ള സാഹചര്യങ്ങൾ. നമ്മൾ അതേമാതിരി ക്രെഡിറ്റ് കാർഡൊക്കെ അടച്ച് തീർക്കാൻ വിഷമിച്ചിരുന്ന ആൾക്കാർക്ക് ആ ക്രെഡിറ്റ് കാർഡൊക്കെ അടച്ച സമയത്ത് അടച്ച് തീർക്കാൻ പറ്റുക. അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ മാതിരി ബാങ്കിൽ നിന്നൊക്കെ ലോൺ പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് കിട്ടാൻ വൈകിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമുള്ള ആൾക്കാർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ലോൺ കിട്ടാനുള്ള ഒരു സാഹചര്യങ്ങൾ. അങ്ങനെ അതേമാതിരി നമ്മൾ KSF ചിട്ടി അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ആൾക്കാർക്ക് കിട്ടാതിരിക്കുന്ന ആൾക്കാർക്ക് അതൊക്കെ കിട്ടാനുള്ള ഒരു സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള പൊതുവേ എന്ന് പറഞ്ഞാൽ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഈ നിലവിലുള്ളത്. അതുപോലെ ജോബുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പ്രൊഫഷനിൽ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ, ജോലിയിലുള്ള ഒരു ഉയർച്ച, ബിസിനസ്സിൻ്റെ വളർച്ച, ബിസിനസ്സിന് എന്ന് പറഞ്ഞവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നല്ല വളർച്ച ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമാണ്. ഗെയിൻ ഫ്രം ദ കറസ്പോണ്ടൻസ്, എന്തെങ്കിലും നമ്മൾ എഴുത്തുകുത്തുകളിൽ കൂടെ നമുക്ക് ഒരു നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ത്രൂ നമുക്ക് എന്തെങ്കിലും അതിൽ നിന്നൊരു ഇൻകം ഉണ്ടാകാനുള്ളത്. അതുപോലെ ജോബ് പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് ജോബ് പ്രൊമോഷൻ കിട്ടാനുള്ളതാണ്. സൊസൈറ്റി നല്ലൊരു ബലമതിക്കുന്നതായിട്ടുള്ള സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് അവർ ജോലി ചെയ്യുന്നിടത്തൊക്കെ ആൾക്കാർക്ക് പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങളുണ്ടാകും. അവർക്ക് അവരുടെ ജോബി പ്രൊമോഷന്, ചില ആൾക്കാർക്ക് മാനേജർ അങ്ങനെയുള്ള ഒരു പോസ്റ്റിലൊക്കെ ജോലി കിട്ടാനൊക്കെ ഉള്ളത്. അല്ലെന്നൊരു അവരുടെ സീനിയറുള്ള ആൾക്കാരുമായിട്ട് നല്ല ബഹുമാനിക്കപ്പെടുന്നതായിട്ടുള്ള, അല്ല അവരെ ആദരിക്കാനുള്ള സാഹചര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള ജോലിയിലൊരു ഉയർച്ച, ജോലി സ്ഥലത്ത് നല്ല സിറ്റുവേഷൻ ഉണ്ടാവുക, ഇങ്ങനെയൊക്കെ എല്ലാം പൊതുവെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. അതുപോലെ ഷെയർ മാർക്കറ്റിൽ നിന്ന് ഇവർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗെയിൻ പ്രതീക്ഷിക്കാം. അതേമാതിരി ബിറ്റ്കോയിന് അല്ലെന്നൊരു ക്രിപ്റ്റോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിന് നല്ല ഇതുണ്ടാകാൻ, അല്ലെന്നൊരിയിൽ ഷെയർ മാർക്കറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല പൈസ കിട്ടാൻ, ഈ ഒരു എന്താ പറയുക ഒരു ഫൈനാൻഷ്യൽ ഗെയിൻ, സ്പെക്കുലേറ്റീവ് ഗെയിൻ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ സോഷ്യൽ സർക്കിളിൽ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലൊരു റെസ്പെക്റ്റ്, നല്ല ഫ്രണ്ട്ഷിപ്പ് വലയങ്ങളുണ്ടാവുക. അതുപോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പൊതുവെ ഒരു നല്ലതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ജീവിതത്തിൽ നല്ല ഒരു ഉയർച്ചകൾ, നല്ലതായിട്ടുള്ളൊരു ആഗ്രഹ സാഫല്യം എന്ന് പറയാം, അങ്ങനെയുള്ള ഫുൾഫിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു നല്ല ആഗ്രഹ സാഫല്യങ്ങളുണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങൾ, നല്ല സന്തോഷപരമായിട്ടുള്ള ജീവിത ചുറ്റുപാടും ഉണ്ടാകുന്നത്, റിക്കവർ ഫ്രം ദ ഇൽനെസ്, നമ്മൾ എന്തെങ്കിലും അസുഖമുള്ള ആൾക്കാർ, ഹോസ്പിറ്റലിൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അതിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ വരാനുള്ള സാഹചര്യങ്ങൾ, അങ്ങനെ പൊതുവെ എല്ലാം കൊണ്ടും ഒരു നല്ലതായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഈ ഒരു രാശി. കുംഭൻ രാശിയെ ഭരിക്കുന്ന ശനിയാണ്. അവിട്ടം, ചതയ, പൂരിട്ടാതി നക്ഷത്രങ്ങൾ. അപ്പോൾ കുംഭൻ രാശിയുടെ ഈ അവിട്ടത്തിൻ്റെ കൺട്രോളെന്ന് പറഞ്ഞാൽ ചൊവ്വായ്ക്കാണ്, ശനികർമ്മയപ്പെട്ടാണ്. അതുപോലെ ചതയത്തിനാണെന്നൊരു രാഹുവാണ്, രാഹുകർമ്മയാണ്. അതുപോലെ പൂരിട്ടാതിയാണെന്ന രീതിയിൽ വ്യാഴമാണ് കൺട്രോൾ ചെയ്യുന്നത്, സൂര്യകർമ്മയാണ്. അപ്പോൾ ഇവർക്ക് ഓരോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവർക്ക് ശനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവർക്ക് ആരോഗ്യപരമായിട്ട് വളരെ മെച്ചപ്പെട്ട ഒരു സാഹചര്യങ്ങളാണ്. പൊതുവെ നഷ്ടപ്പെട്ടിരുന്ന നിരാശാബോധം ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്ന രീതിയിൽ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഇത് റീഗെയിൻ ചെയ്യാൻ ഒരു എംബിഷൻ തിരിച്ചെടുക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ പൊതുവെ എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായിട്ടും മാനസികമായിട്ടും ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു കഴിവ്, കാര്യങ്ങളെ സെൽഫ് കോൺഫിഡൻസ് കൂടാനുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു പൊതുവേ ഒരു പോസിറ്റീവായിട്ട് സൈനാണ്. കുട്ടികൾക്കില്ലാത്തവർക്ക് അതുപോലെ കുട്ടികളുണ്ടാകാനുള്ള സാഹചര്യം കൂടാണ്. പ്രണയബന്ധത്തിൽ ഏർപ്പെടാനുള്ള സാഹചര്യം കൂടാണ്. പുതിയ പ്രണയബന്ധത്തിൽ ഏർപ്പെടാം. അതുപോലെ ആരെങ്കിലും ഈ ലവ് മാരേജ് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് രാഹുവൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടെന്ന രീതിയിൽ രാഹുവിൻ്റെ ആയിട്ടുള്ള മോശം സമയമായിട്ടുള്ള ആൾക്കാരുണ്ടെന്ന രീതിയിൽ അത് ചിലപ്പോൾ ഒടിച്ചോടാനൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. ബാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകാനും പ്രഗ്നൻസി ആകാനും ഒക്കെ ഉള്ള ഒരുപാട് അനുകൂലമായിട്ടുള്ള സമയമാണ്. ഉന്നത പഠനത്തിന് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. IELTS ഒക്കെ എഴുതിയിട്ട് കാത്തിരിക്കുന്ന ആൾക്കാർക്ക് IELTSലൊക്കെ നല്ല മാർക്ക് കിട്ടാനും അതുപോലെ വിദേശത്ത് പോയിട്ട് ഉപരിപഠനം ചെയ്യാനും ഇവൻ ഇന്ത്യ പോലാണെങ്കിലും നല്ല രീതിയിലുള്ള ഹയർ എഡ്യൂക്കേഷന് വേണ്ടി അനുകൂലമായിട്ടുള്ള സമയമാണ്. ലോങ് ജേർണി പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ പോകാനൊക്കെ ഉള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ ലോങ് ജേർണി ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ഇപ്പോൾ നിലവിലുണ്ട്. അതേപോലെ പ്രത്യേകിച്ച് ഇവരുടെ ഫാദറിൻ്റെ ഒക്കെ ആരോഗ്യനില മെച്ചപ്പെട്ടിരിക്കാനുള്ള, അതുപോലെ കൂടുതൽ യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ വരാം. പിന്നെ സ്പെക്കുലേറ്റീവ് ഗെയിന്, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഷെയർ മാർക്കറ്റൊക്കെ കളിക്കുന്ന ആൾക്കാർക്കാണ് ഷെയർ മാർക്കറ്റിൽ നിന്നൊക്കെ ഉള്ള ഒരു നല്ല ലാഭം ഉണ്ടാക്കാനുള്ളതാണ്. സോഷ്യൽ നെറ്റ്വർക്ക് അവരുടെ ഒരു നല്ലൊരു ഉന്നത നിലവാരത്തിലോട്ട് പോകാനും അതുപോലെ റിവാർഡ് കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ നമുക്ക്, അതുപോലെ ബിറ്റ് കോയിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ ക്രിപ്റ്റോ കറൻസി ചെയ്യുന്നവരോ ഷെയർ മാർക്കറ്റ് അങ്ങനെയൊക്കെ ഉള്ള എല്ലാ ആൾക്കാർക്കും പൊതുവേ നല്ല ഒരു ഇത്. പിന്നെ നല്ല ഹാപ്പിനെസ്, ജീവിതത്തിലെ നല്ല സന്തോഷങ്ങൾ, സൗഭാഗ്യങ്ങൾ, ഫുൾഫിൽമെൻറ്റ്, നല്ല ജീവിതത്തിൽ നല്ല പലതിലും ഒരു സാറ്റിസ്ഫാക്ഷനെ അല്ലെങ്കിൽ അവരുടെ പല രീതിയിലുള്ള ഒരു നല്ല ഒരു ഇതായിട്ടുള്ള ഒരു ഇത് ചെയ്യാനും, അതുപോലെ എന്തെങ്കിലും അസുഖമൊക്കെ അനുഭവിച്ചിരുന്നിട്ട് ഹോസ്പിറ്റലൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ റിക്കവറായിട്ട് വീട്ടിൽ തിരിച്ചെത്താനുള്ള കാര്യങ്ങളുണ്ട്. അസുഖം എന്തെങ്കിലും മൂർച്ഛിച്ചിരുന്ന ആൾക്കാർക്ക് അസുഖത്തിൽ നിന്നെല്ലാം ഒരു പൊതുവെ ഒന്ന് കുറഞ്ഞ് നല്ല ഉന്മേഷമായിട്ടുള്ള ഒരു അന്തരീക്ഷമൊക്കെ വന്നു ചേരാനുള്ള ഒരു സമയം കൂടാണ് ഇപ്പോൾ നിലവിലുള്ള. അങ്ങനെ വരുമ്പോൾ പൊതുവെ ഇവർക്കെന്ന് പറഞ്ഞാൽ നല്ലതായിട്ടുള്ളൊരു കാര്യങ്ങളെല്ലാം പൊതുവെ നല്ല രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം ഇത്രയൊക്കെയാണ് ഇവരെ പറ്റി പറയാനുള്ളത്. നമുക്കിനി അടുത്ത ഇതിൻ്റെ റെമഡി ഉണ്ട്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുക, അപ്പോൾ ഇത് മനസ്സിലാവും. മീനൻ രാശിയുടെ രാശാധിപൻ എന്ന് പറഞ്ഞാൽ വ്യാഴമാണ്. മീനൻ രാശിയിലെ നാളുകളെന്ന് പറഞ്ഞാൽ പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നിവയാണ്. അപ്പോൾ ഈ പൂരുട്ടാതി ആണെന്നതിൽ വ്യാഴമാണ് ഭരിക്കുന്നത്. അതുപോലെ സൂര്യകർമ്മയാണ്. ഉത്രട്ടാതി ആണെന്നതിൽ ശുക്രനാണ് ഭരിക്കുന്നത്, ചന്ദ്രാകർമ്മയാണ്. അതുപോലെ രേവതി ആണെന്നതിൽ ബുധനാണ് ഭരിക്കുന്നത്, ചൊവ്വാകർമ്മയാണ്. അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഈ കർമ്മ അനുസരിച്ചൊക്കെ ഇവരുടെ രീതികളെ കാര്യങ്ങളെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കർമ്മ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് മനസ്സിലാക്കും. അപ്പോൾ ഇവർക്ക് വീട്ടിൽ നിന്നിരുന്ന പല പ്രശ്നങ്ങളുള്ള ഒരു നല്ല അതെല്ലാം ഒരു മാറിയിട്ട് ഒരു നല്ല ഒരു കുടുംബാന്തരീക്ഷം ഉണ്ടാവുക, വീട്ടിലെല്ലാം അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവുക. അതുപോലെ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, വീട് ബോഡി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എല്ലാം പൊതുവെ അനുകൂലമായിട്ടുള്ള സമയമാണ്. അതുപോലെ വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ വീട് വെക്കാനൊക്കെ ഉള്ളതെന്ന് നല്ലൊരു സാഹചര്യങ്ങൾ വരിക. വീട് വെക്കാൻ, വസ്തു വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. അതുപോലെ വണ്ടിയൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവെ നല്ലൊരു സമയമാണ്. അതുപോലെ വിദ്യാഭ്യാസത്തിനുള്ള ഒരു ഉയർച്ച ഉണ്ടാകാനുള്ള സാധ്യത, റിയൽ എസ്റ്റേറ്റ് ഫീൽഡിൽ നിന്ന് നല്ല റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് റിയൽ എസ്റ്റേറ്റ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട നല്ല ഉയർച്ച, നല്ല ക്രയവിക്രയങ്ങൾ ചെയ്യാൻ, അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വസ്തു കച്ചവടം ചെയ്യുന്ന ബ്രോക്കറേജ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വസ്തു അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ബിൽഡിംഗ് ഒക്കെ റിലേറ്റഡ് ആയിട്ടൊക്കെ ഉള്ള റെൻറ്റിന് കൊടുക്കാനൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം നിലവിൽ വരാനുള്ള ഒരു സാഹചര്യങ്ങൾ, അങ്ങനെ ഇവർക്ക് പൊതുവേ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. അതുപോലെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ലോട്ടറി നല്ല അനുകൂലമായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് ലോട്ടറി അടിക്കാനുള്ള സാഹചര്യം, അൺഎക്സ്പെക്റ്റഡ് ഗെയിന് ജീവിതത്തിൽ അങ്ങനെയൊക്കെ ഉള്ളവർ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ അതേമാതിരി ചെറിയ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ്. അങ്ങനെ ജീവിതത്തിൽ യാത്രാക്ലേശം അനുഭവിച്ചിരുന്ന ആൾക്കാർക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യങ്ങൾ, അങ്ങനെ കുറേ അനുകൂലമായിട്ടുള്ള
ഘടകങ്ങൾ ഇവർക്ക് നിലവിലുണ്ട്. അതുപോലെ ജോബുമായിട്ട് ബന്ധപ്പെട്ട് ജോബിൽ നല്ല ഉയർച്ച, പുതിയ ജോലി കിട്ടാൻ, ജോലി നോക്കുന്ന ആൾക്കാർക്ക് ജോലി ഉണ്ടാകാൻ, ഒരു പ്രൊഫഷണൽ നല്ല ഒരു മുതിർന്ന മാനേജേഴ്സ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരിൽ നിന്നൊക്കെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധനം, ഗെയിൻ ഫ്രം ദ കറസ്പോണ്ടൻസ്, എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷനിൽ കൂടെ ജോബുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൽ നിന്നുള്ള ഒരു സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാനുള്ളത്, അതിൽ നിന്നൊരു ഇൻകം എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള അല്ല പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതുപോലെ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് പുതിയ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ട് അത് അങ്ങനെ ഉണ്ടാകാനുള്ള സാഹചര്യം, സക്സസ് ഫ്രം ദ ബിസിനസ്സിൽ നിന്ന് ഉയർച്ച ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ, അല്ലെന്നൊരു നമ്മുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു സാഹചര്യങ്ങൾ, ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ബിസിനസ്സിൽ നിന്ന് നല്ല ഒരു വരുമാനം പ്രതീക്ഷിക്കാനുള്ള സാഹചര്യങ്ങൾ, അങ്ങനെ പല രീതിയിലുള്ള അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം എല്ലാം കൊണ്ടും നല്ലതായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവർക്കും നിലവിലുള്ള. ഒന്ന് ചിലപ്പോൾ മോശമാണെന്നൊരു അടുത്തത് ശരിയാകുന്നു എന്ന് മനസ്സിലാക്കുക. അതേമാതിരി ഫൈനാൻഷ്യലി ചിലതിന്നിരുന്നായിട്ടുള്ള ചില എക്സ്പെൻസ് കൂടെ ഉള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒത്തിരി അനാവശ്യ ദൂർത്ത് കാര്യങ്ങളെല്ലാം കുറഞ്ഞ് ഇപ്പോൾ 10 രൂപ വരുന്നവർക്ക് 30 രൂപ ചിലവാകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് എത്ര പൈസ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങൾക്കെല്ലാം അവർ അറുതി വരിക. ഹോസ്പിറ്റലൊക്കെ ഉള്ള ആൾക്കാർക്ക് അതിലൊക്കെ എന്നൊരു അസുഖത്തിനൊക്കെ ഒരു മോചനമുണ്ടായി, ചിലപ്പോൾ വീട്ടിൽ വരാനോ അങ്ങനെയൊക്കെ ഉള്ള എല്ലാ അസുഖത്തിൽ നിന്നൊക്കെ ഒരു ആ ചെലവിൻ്റെ ദൂർത്തും ഒന്ന് കുറയുക. അതുപോലെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശത്ത് ട്രാവൽ ചെയ്യാൻ എടുക്കാൻ. അതുപോലെ വിദേശത്ത് ജീവിക്കുന്ന ആൾക്കാർക്കും നല്ലതായിട്ടുള്ളൊരു സാഹചര്യങ്ങൾ, വിസ ഒക്കെ എന്നുള്ള പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാർക്ക് വിസ ഒക്കെ പാസ്സായി വരാനുള്ള ഒരു സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ പൊതുവെ അത്ര മോശമല്ല, എല്ലാ കാര്യങ്ങളും നമുക്കെല്ലാം ഒത്തുപോലെ ഇരിക്കുകയല്ല. അപ്പോൾ ഈ വ്യാഴത്തെ പോസിറ്റീവാക്കാൻ സ്വർണ്ണമാല ഇട്ട് നല്ല സ്വർണ്ണ ചെയിനൊക്കെ ഇട്ട് നടക്കുന്നത് നല്ലതാണ്. അതുപോലെ മഞ്ഞച്ചരട് കിട്ടുന്നത് നല്ലതാണ്. നമ്മളതവരെ കുളിക്കുന്ന സമയത്ത് ഒരു പിഞ്ച് ഓഫ് മഞ്ഞൾ, ചക്കര മഞ്ഞ എന്ന് പറഞ്ഞാൽ ഒരു മെഡിസിൻ കൂടെ ആണല്ലോ, ഇച്ചിരി മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ടിട്ട് കുളിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാമത് സ്കിൻ ഡിസീസ് അങ്ങനെയൊക്കെ അസുഖങ്ങളും വരായിരിക്കും. വ്യാഴത്തെ പോസിറ്റീവാക്കാനുള്ള അനുകൂലമായിട്ടുള്ള ഘടകമാണ്. അതുപോലെ വ്യാഴത്തെ പോസിറ്റീവാക്കാനായിട്ട് നമ്മൾ പാലിനകത്ത് സാഫ്രോണുണ്ട്. സാഫ്രോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുങ്കുമം, ആ കുങ്കുമം തൊടുന്ന കുങ്കുമമല്ല, സാഫ്രോൺ എന്ന് പറഞ്ഞാൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന അതൊരു ശകലം പാലിനകത്തിട്ട് കുടിച്ചു കഴിഞ്ഞാൽ ശുക്രനെയും വ്യാഴത്തെയും കൂടെ ഒരേ സമയത്ത് പോസിറ്റീവാക്കാനുള്ള കർമ്മമാണ് ഈ ഒരു പറയുന്നത്. അതുപോലെ നമ്മുടെ മൊബൈലിലൊക്കെ ആണെങ്കിൽ നല്ല മഞ്ഞ കളറുള്ള മണിയുടെയൊക്കെ ആ ഉള്ള ഒരു സ്ക്രീൻ സേവറൊക്കെ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊതുവെ അത് ഈ സൺഫ്ലവറിൻ്റെ ഒക്കെ പിക്ചറൊക്കെ ഇടുക എന്ന് പറഞ്ഞാലും വ്യാഴത്തെ അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ പോസിറ്റീവാക്കാനുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മൾ കടല ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ് വ്യാഴത്തെ പോസിറ്റീവാക്കാൻ. അല്ലെങ്കിൽ കടല മാവ് അല്ലെങ്കിൽ അതുപോലെ പ്രത്യേകിച്ച് അന്തർക്ക് മുടന്തർക്ക്, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് കടല ദാനം ചെയ്യുക, അല്ലെങ്കിൽ കടല ഫുഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫുഡൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പൊതുവേ വ്യാഴത്തെ പോസിറ്റീവ്. അതുപോലെ ആൽമരത്തിന് വെള്ളം ഒഴിക്കുന്നത് ഗുരുവിനെ പോസിറ്റീവാക്കാനുള്ള നല്ലതാണ്. അതുപോലെ ഗുരു സ്തോത്രം ജപിക്കുന്നത് നല്ലതാണ്, ഏറ്റവും നല്ലതാണ്. പിന്നെ പപ്പായ ദാനം ചെയ്യുക, അതായത് നമ്മുടെ ഓമയ്ക്ക ദാനം ചെയ്യുന്ന ഗുരുവിനെ പോസിറ്റീവാക്കാനുള്ള കർമ്മമാണ്. ഏറ്റവും നല്ലതാണ് പപ്പായ ദാനം ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തേക്കുക, പപ്പായ ദാനം ചെയ്യുക. അതേമാതിരി നമുക്ക് എന്താ പറയണത്, നമുക്ക് ഇത് പപ്പായ കഴിക്കുന്നത് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ ഗുരു പോസിറ്റീവാകും. അതേപോലെ നമ്മുടെ ബ്യൂട്ടിയും കാര്യങ്ങളും പപ്പായ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഒരു നിലനിർത്തുക കൂടെ ചെയ്യുന്ന നല്ലൊരു ഫുഡുകളാണ്, നല്ല എനർജറ്റിക് ഒരു ഫുഡാണ്, വേറെ മായങ്ങളൊന്നും ചേർക്കാത്ത. അങ്ങനെ പപ്പായക്ക് അതിൻ്റെ ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിലുള്ള ഗുരുവിനെ പോസിറ്റീവാക്കാനുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട്. ഇതിപ്പോൾ സിമ്പിളായിട്ട് ചെറുതായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ ഗുരുവിൻ്റെ ട്രാൻസിഷൻ പീരീഡ് 1 വർഷമാണ്, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക അറിയാത്തത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തിനും പഠിക്കാനും എടുക്കാനും ഒക്കെ ഉള്ളൊരു താല്പര്യമുണ്ട്. അല്ലെങ്കിൽ സപ്പോസ് നമ്മുടെ നക്ഷത്രനാടി, വേദിക് അസ്ട്രോളജി, ബൃഹനാടി, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളിലുള്ള കോഴ്സുണ്ട്, അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഓൺലൈൻ കോഴ്സോ കാര്യങ്ങളൊക്കെ പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് ഇവിടെ ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് പഠിക്കാനോ എടുക്കാനോ ജോയിൻ ചെയ്യാം. കാരണം ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ $14 ബില്യൺ ഒരു ഇൻഡസ്ട്രിയാണ് ഈ ഇതെന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ട്. ഇതൊരു $20 ബില്യൺ
2030 മാറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം ബാക്കി എല്ലാ ഇൻഡസ്ട്രിയുടെയും താഴോട്ട് ഗ്രാഫ് പോകുമ്പോൾ ഇതിൻ്റെ ഇൻഡസ്ട്രിയുടെ ഗ്രാഫ് മേലോട്ട് പോകുന്നത് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു പാർട്ട് ടൈം ജോബ് മാതിരി എന്തെങ്കിലും ചെയ്യാനോ എടുക്കാനോ ഇൻഡസ്ട്രിയുടെ ഇത് മാത്രമല്ല, നമുക്ക് വാസ്തുവുണ്ട്, ന്യൂമറോളജി, മൊബൈൽ ന്യൂമറോളജി, ഞങ്ങൾ പല സബ്ജക്റ്റ് ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും പഠിക്കാനെടുക്കാനോ താല്പര്യമുള്ളവർക്ക് ഇതിൽ നിന്ന് കോൺടാക്ട് ചെയ്യാതെ നോട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ ആർക്കെങ്കിലും ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൺസൾട്ടേഷൻ കാര്യങ്ങൾ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പറുണ്ട്, കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്. അതുമാതിരി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.